നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിരുന്ന കന്യാസ്ത്രീകൾ പുറത്തിറങ്ങി. 9 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് മോചനം. NIA കോടതിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയത്. പക്ഷേ ഇതിനിടയിൽ രാഷ്ട്രീയ നാടകം കളിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. ക്രിയാത്മകമായ ഒരു ഇടപെടലും നടത്താതെ രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം ശ്രമിച്ച ഇവരുടെ തന്ത്രം പാളുന്ന കാഴ്ച കൂടിയല്ലേ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയ മുതലെടുപ്പ് പാളിയോ? നീതിപൂർവം വിഷയത്തിൽ ഇടപെട്ടത് BJP മാത്രമോ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥികൾ: BJP പ്രതിനിധിയായി KVS ഹരിദാസ്, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഡോക്ടർ GV ഹരി, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, കാസ പ്രതിനിധി കെവിൻ പീറ്റർ, ഒപ്പം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് സഭാ നേതൃത്വത്തിന്റെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലേക്ക് പോകാം. ഞാൻ പ്രതീക്ഷിച്ചു. എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു. പിന്നെ നമ്മുടെ ഓരോ വിശ്വാസമല്ലേ, ജാമ്യം കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടലുണ്ടായപ്പം കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടായി. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എനിക്ക്. ഞങ്ങൾ ഇത് ഇറങ്ങി 5 ദിവസം മുമ്പ് ഇറങ്ങി ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങൾ ചെയ്തു. അതെ, അധ്വാനിച്ചു. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. സഭ ഞങ്ങളോട് പറഞ്ഞു സഹായിക്കണം, ഞങ്ങൾ സഹായിച്ചു. ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച, ഞങ്ങളോട് ഒത്തു പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെന്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. We appreciate and thank the government of India and the government of Chhattisgarh for their timely intervention and cooperation. Their responsiveness has played a crucial role in this matter. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ചർച്ചയിലേക്ക് ഈ പ്രതികരണങ്ങളിൽ ആദ്യം കണ്ടത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരന്റെ പ്രതികരണമാണ്. അദ്ദേഹം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയുന്നത് എന്ന് കണ്ടതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയവുമാണ്. അതായത് പ്രോസിക്യൂഷൻ സ്വീകരിക്കേണ്ട കടുത്ത നിലപാടുകളൊന്നും സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ തന്നെയാണ്. അതിനുശേഷമാണ് സഭാ നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഇടപെടൽ അവർ കൃത്യമായി തന്നെ നിരത്തി പറയുന്നുണ്ട്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം ശ്രീ KVS ഹരിദാസിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ഇവ നിയമം മൂലം നിരോധിച്ചതാണ്. ഈ കന്യാസ്ത്രീകളുടെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നതും. ഇനിയും ആ നിയമ നടപടികൾ അപ്രകാരം തന്നെ തുടരും. പക്ഷേ ഇവിടെ കൃത്യമായി ചില രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഇങ്ങ് കേരളത്തിൽ നിന്നടക്കം നടത്തുകയുണ്ടായി. എന്നു മാത്രമല്ല, എരുതിയിൽ എണ്ണയൊഴിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി. അവർ നിരന്തരം അത്തരം പ്രസ്താവനകൾ മാത്രം നടത്തിക്കൊണ്ടിരുന്നു. ഇത് BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് മാത്രം നടക്കുന്ന കാര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയ ഒടുവിൽ അതെല്ലാം പാളി. നിയമവിദഗ്ധരടക്കമുള്ള നിയമോപദേശകരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ലഭിച്ചതിന് ശേഷം പൊതുസമൂഹത്തിന് കൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ അടവ് നയം മാറ്റി പിന്നീട് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് തങ്ങളുടെ പരിശ്രമ ഫലമായിട്ടാണ് എന്നുള്ള വാദഗതികളുമായി ഇന്ന് ജയിലിന് മുന്നിലടക്കം വന്ന് പ്രഹസന നാടകം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഈ രാഷ്ട്രീയ നാടകം? യഥാർത്ഥത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. BJPയെ
പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, അവഹേളിക്കാൻ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ച ദിവസമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, 2 കന്യാസ്ത്രീകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ്. ദൗർഭാഗ്യകരമായിരുന്നു അവിടെ അറസ്റ്റ്. ആരും മനഃപൂർവ്വം ചെയ്തതല്ല. നമ്മൾ ആ ചരിത്രം ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകൾക്കൊപ്പം 3 കുട്ടികളെ കാണുന്നു. TTAയുടെ അന്വേഷണമാണ് ഈ വിവാദങ്ങളിലേക്കൊക്കെ എത്തിയത്. ഛത്തീസ്ഗഡിൽ ഒരു നിയമമുണ്ട്, ഒരു സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടണം. അത് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ കണക്കിൽ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ നിയമമാണ്. നമുക്കറിയാലോ, മാവോയിസ്റ്റ് അധിനിവേശവും ഒക്കെ കാര്യമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ നിയമം ഞങ്ങളായിട്ട് കൊണ്ടുവന്നതല്ല, BJP ആയിട്ട് കൊണ്ടുവന്നതല്ല, പഴയ കാലം മുതൽ അവിടെയുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ പേരിൽ അറസ്റ്റ് നടന്നു. റെയിൽവേ പോലീസുകാരൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടി, അവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അടുത്ത നിമിഷം ഇവിടുത്തെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ട അടുത്ത നിമിഷം മുതൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി, അഭിവാഞ്ചയോടുകൂടി കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, 2 കേന്ദ്രമന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ള BJP നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചു. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചു. പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തി, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് ഇവരിന്ന് പുറത്തു വന്നത്. ഈ 2 കന്യാസ്ത്രീമാർക്ക് 3 ദിവസം മുമ്പ് ജാമ്യം കിട്ടുമായിരുന്നു. അതിനുള്ള അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും MP-മാരെ കേസ് കേൾക്കുന്ന കോടതിക്ക് ചുറ്റും നിന്നുണ്ടാക്കിയ വലിയ വിവാദങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ വിവാദ വിഷയം നിലവിൽ നിൽക്കുന്ന സമയത്ത് കോടതി ഒരു കേസ് മറ്റൊരു കോടതി, എനിക്ക് അധികാരമില്ല, മറ്റൊരു കോടതിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ അതിശയിക്കാനുണ്ടോ? അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഇവർ പുറത്തിറങ്ങുമായിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ BJP നടത്തിയതാണ്. ഇവർക്കാവശ്യം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ആവശ്യം ഈ കന്യാസ്ത്രീകൾ എത്രയും ദിവസം കൂടി ജയിലിൽ കിടക്കണം എന്നത് തന്നെയായിരുന്നു. അപ്പോഴേ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അന്നൊക്കെ പുറംതിരിഞ്ഞ് നിന്നവരാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത്. ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ ഇത്രയും വലിയ ഒച്ചപ്പാടിനും കോലാഹലത്തിനുമായിട്ട് രംഗത്തിറങ്ങിയത്. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്ന മഹത്തായ പ്രസ്ഥാനമാണിത്. ഒരേപോലെ കാണുന്ന പ്രസ്ഥാനമാണ്. സബ്കെ സാബ് സബ്കെ വികാസ് എന്നതാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപിത നയം തന്നെ. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പോലും ആരെയും മാറ്റി നിർത്തുന്നതല്ല, ഇൻക്ലൂസീവാണ്. അത് മനസ്സിലാക്കി ഈ രാജ്യത്തെ ജനങ്ങൾ ജാതി മതഭേദമന്യേ ഇന്നിപ്പോൾ BJPയോടൊപ്പം അണിനിരക്കുന്നുണ്ട്. ജനങ്ങൾ ഒന്നിച്ച് മോഡിയോടൊപ്പം വരുന്നുണ്ട്. അത് കേട്ട് അസഹിഷ്ണുത പൂണ്ട സഹികെട്ട കുറേ ആൾക്കാരാണ് ഈ കോലാഹലം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്നിപ്പോൾ ആ സഭാ നേതൃത്വം തയ്യാറായി എന്നത് വളരെ പോസിറ്റീവ് സൈനാണ്. അവർ പലപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് മുമ്പ് കുറച്ചുകൂടി ആഴത്തിൽ ഗഹനമായിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയതുപോലുള്ള പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് വരുമായിരുന്നില്ല. അത് ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വം മനസ്സിലാക്കും, അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, താങ്കളിലേക്ക് എത്താം.
ശ്രീ ജി വി ഹരി, ഇവിടെ നമ്മൾ കണ്ടതാണ് ഛത്തീസ്ഗഡിൻ്റെ ഒരു ജനതയുടെ സവിശേഷമായ ഒരു പാരമ്പര്യം. അതുകൊണ്ട് തന്നെയാണ് ആ സംസ്ഥാനത്ത് ആ നിയമം നിലവിലുള്ളത്. ഏതെങ്കിലും രീതിയിൽ മതപരിവർത്തനമടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ, നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ അത് എതിർക്കപ്പെടേണ്ടത് നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. എന്ന് മാത്രമല്ല, ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ 3 പെൺകുട്ടികൾ കയ്യിൽ കരുതേണ്ടുന്ന യാതൊരു രേഖകളും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതും ചെയ്യുകയുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നതും തുടർന്ന് വകുപ്പുകൾ അടക്കം FIR രജിസ്റ്റർ ചെയ്ത് കേസാകുന്നതും. ഇതിനെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയധികം എതിർക്കുന്നത്? കാരണം അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ആപ്തവാക്യമാണ്, അല്ലെങ്കിൽ അവർ തന്നെ പലപ്പോഴായി പല സംസ്ഥാനങ്ങളിലായി കൊണ്ടുവന്ന ഒരു നിയമം തന്നെയാണ്. അവിടുത്തെ PCC അധ്യക്ഷൻ പോലും ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്രയധികം ബഹളം വെച്ചുകൊണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഒരുപക്ഷെ ഇതൊരു സാമുദായിക വിഷയമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസങ്ങളിലും രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും അവരുടെ ബന്ധുക്കളെ അടക്കം കണ്ട് തങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് വരുത്തി തീർക്കുകയും ജയിലിന് മുന്നിൽ ഇന്ന് ലഡ്ഡു വിതരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തത് എന്തിനായിരുന്നു? കോൺഗ്രസിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ കോൺഗ്രസ് ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലടക്കം പറഞ്ഞു വെക്കുന്നത് എന്താണ്? രോഹിണി, ഇതിനകത്ത് 3 കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളൊരു പോസ്റ്റ് ട്രൂത്ത് ഇറയിലാണ് ജീവിക്കുന്നത്. അതായത് സത്യാനന്തര കാലഘട്ടം എന്ന് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ജനം TV-യുടെ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ചില സഭാ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒരു പ്രതികരണങ്ങൾ ഇവിടെ കാണിച്ചു. അതിനോടൊപ്പം സിസ്റ്ററുടെ സഹോദരൻ്റെ പ്രതികരണം ഇവിടെ കാണിച്ചു. പക്ഷേ ആ സഹോദരൻ്റെ പ്രതികരണം പൂർണ്ണമായിട്ടല്ല കാണിച്ചത്, വേണ്ടത് മാത്രം എടുത്ത് കാണിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് മുഴുവൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് യഥാർത്ഥത്തിലുള്ളത്? പ്രശ്നം എന്താണ്? നമ്മളെല്ലാവരും കണ്ടു, ഒരു കൂട്ടം ബജറംഗ് ദളിൻ്റെ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന കുറച്ചാളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീ വേഷം ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കന്യാസ്ത്രീകളാണ്, വേറെ ആരുമല്ല, കന്യാസ്ത്രീകളാണ്. എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെത്തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഈ രാജ്യത്ത് എത്രയോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ എത്രയോ സ്കൂളുകൾ, കോളേജുകൾ, അതോടൊപ്പം നിർധരരായിട്ടുള്ള ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കളിവിടെ സൂചിപ്പിച്ചു, ഇവിടെ നിയമപരമല്ലാത്ത ചില പ്രവർത്തനങ്ങളാണ് ഈ കാരണങ്ങളിലേക്ക് പോയിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അവർ ചെയ്തത്? അതായത് പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളെ സഹായിക്കാൻ ശ്രമിച്ചതോ? അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ടുള്ള 3 പെൺകുട്ടികൾക്ക് ഒരു തൊഴിൽ അഭ്യസിപ്പിക്കുവാൻ അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതോ? എവിടെയാണ് ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന മതപരിവർത്തനം നടത്തിയിട്ടുള്ളത്? അവർ തന്നെ ഇപ്പോഴത്തെ എൻ്റെ കയ്യിലിരിക്കുന്ന ബെയിൽ കൊടുത്തിട്ടുള്ള NIA കോടതി പറഞ്ഞിരിക്കുന്നത് ഈ 3 പേരും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളെന്നുള്ളതാണ്. ഞങ്ങളിവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കന്യാസ്ത്രീകൾ എന്ന വിഷയത്തിൽ മാത്രമല്ല, സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഒരു എന്താ പറയുക, നിയമപരമായി കൈയാളുന്ന, അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്ന ചില ആളുകൾ ചെയ്ത പ്രവർത്തനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ മുഖം അടിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഹിന്ദി വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അവിടെ നമ്മളത് കേട്ടതുമാണ്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അവർക്കെതിരെ ഒരു കേസെടുക്കാനോ നിലവിൽ ഇതുവരെയും ഛത്തീസ്ഗഡിൽ അവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് പകരം വളരെ ശാന്തരായി, വളരെയധികം പ്രകോപിപ്പിച്ചപ്പോൾ പോലും അവരവരുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ വിശ്വാസങ്ങളിൽ അവരുടേതായിട്ടുള്ള സാധാരണമായിട്ട് നമുക്കറിയാം ഒരു സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു 2 കന്യാസ്ത്രീകളെ, അല്ലെങ്കിൽ സഭയുടെ നമ്മൾ പറയാറുണ്ട് സഭാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആ 2 പേരെ 9 ദിവസമാണ് അന്യായമായി തടവിൽ പാർപ്പിച്ചത്. നമ്മൾ പറയും. ഞാനൊന്ന് ഇടപെട്ടൊരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. യെസ്,
പോലീസ് എന്തെല്ലാം വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞു 3 യുവതികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ എന്ന് പറഞ്ഞല്ലോ. അവർ കൈവശം വയ്ക്കേണ്ടതായ യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സംസ്ഥാനത്തിന്റെ നിയമം അനുസരിച്ച് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ആ സംസ്ഥാനം കടക്കുകയാണെങ്കിൽ അതും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുവരെ അവിടെ നിൽക്കട്ടെ. ഈ 3 പേരിൽ ഒരു പെൺകുട്ടി തന്നെയാണ് പോലീസിനോട് പറയുന്നത് തങ്ങൾക്ക് വരണ്ട, പോകണ്ട എന്ന് പലതവണ ആവശ്യപ്പെട്ടു, പലതവണ പറഞ്ഞു. പക്ഷേ ഇവർ കേട്ടില്ല എന്നുള്ളത്. നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് തങ്ങൾ വരുന്നത്, തങ്ങളാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചാണ് പോലീസ് കേസെടുക്കുന്നത്. അല്ലാതെ ബജ്രംഗദൾ പ്രവർത്തകരുടെ വാക്ക് കേട്ടിട്ടല്ലല്ലോ. ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മനുഷ്യക്കടത്തിന്. അപ്പോൾ അവിടെ ഏത് രീതിയിലുള്ള നടപടിയായിരുന്നു കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ആ പെൺകുട്ടികൾ കൊടുത്തിട്ടുള്ള മൊഴി എന്താണ്? ആ പെൺകുട്ടികൾ പറഞ്ഞത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, ഞങ്ങൾ നേരത്തെ എത്രയോ കാലം മുമ്പ് തന്നെ ഞങ്ങൾ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നവരും, അതുകൊണ്ട് അത്തരത്തിൽ ഞങ്ങളുടെ മൊഴിയെ തെറ്റായി ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് അത്തരത്തിലൊരു കാര്യം ചെയ്യിപ്പിച്ചു എന്നതാണ് ആ പെൺകുട്ടികൾ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ടു, നമ്മളെല്ലാവരും കേട്ടതാണ് ആ പെൺകുട്ടികളുടെ മൊഴി. നമ്മുടെ ഓൾറെഡി തന്നെ നമ്മുടെ നിലവിലുണ്ട്, നമുക്ക് എല്ലാ മാധ്യമങ്ങളിലും അതുണ്ട്. അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് രോഹിണി പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തൊരു അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിയമം പൊതുവായിട്ടുള്ള നിയമമാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലും ബാധമായിട്ട് ചില സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഛത്തീസ്ഗഡിൽ ഞാൻ പലതവണ പോയിട്ടുള്ള ആളാണ്. ഈ റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പല സമയത്തും പോയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവർ എന്ത് രേഖയാണ് താങ്കൾ പറയുന്ന പോലെ കയ്യിൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത്? ഇനി അഥവാ അത്തരത്തിലൊരു രേഖ ഇല്ല എന്ന് തന്നെ വെച്ചോളൂ. ഈ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള അത് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആളുകൾ ആ രേഖ ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്താൽ പോരെ? അതിനു പകരം ആൾക്കൂട്ടമാണോ അവരെ ആക്രമിക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, നാളെ എനിക്കും രോഹിണിക്കും ഇതേ പ്രശ്നമുണ്ടാകാമല്ലോ. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു പ്രത്യേക കൊടി പിടിച്ചുകൊണ്ട് കടന്നു വന്ന് ഇയാൾ ഈ കുഴപ്പം മുഴുവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നെയും രോഹിണിയും ഒക്കെ തടങ്കിലാക്കാൻ ഈ രാജ്യത്തിന്റെ നിലവിലെടുത്ത അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ബോധ്യപ്പെടുന്നത്. താങ്കൾ പറഞ്ഞ ആ ഒരു കൂട്ടം ആളുകളുടെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് പോലീസ് കേസ് എടുത്തത് എങ്കിൽ തുടർന്നുള്ള നിയമ നടപടികൾ പുരോഗമിക്കവേ അത് കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും തലയിൽ വച്ചുകെട്ടാനുള്ള ശ്രമം എന്തുകൊണ്ടാണ് കോൺഗ്രസ് നടത്തിയത്? ഞങ്ങൾ ഒരു വെച്ചുകെട്ടലും നടത്തിയിട്ടില്ല. നമ്മൾ പറയാറില്ലേ, ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും ഒരേ സമയം വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ രാജ്യം ഭരിക്കുന്ന BJP ചെയ്തത് തുറന്നു കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ പ്രതിപക്ഷം കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം നിലയിൽ BJP ആരാ ഇവിടെ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത്? ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് BJP സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്നതാരാ? BJP സർക്കാരാണ്. ഈ 2 സർക്കാരുകളും ചെയ്തതെന്താണ്? 9 ദിവസക്കാലം ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യത്തെ അവിടെയുള്ള ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതും ഈ പോസ്റ്റ് ട്രൂത്ത് റയിലുള്ള കാര്യമാണ്. അവിടുത്തെ DCCയുടെ പ്രസിഡന്റ് ദീപക്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി. ഞാൻ ചോദിക്കട്ടെ, ഇവരൊന്നും കോൺഗ്രസിൻ്റെ ആളുകളല്ലേ? എത്തരത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് രോഹിണി പറയാൻ സാധിക്കുന്നത്? അപ്പോൾ പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങേയറ്റം കേരളത്തിൽ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ 9 ദിവസമായി അവിടെ അങ്കമാലിയുടെ MLA പ്രിയപ്പെട്ട റോജി ജോൺ അവിടെ പോയി. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ള ആളുകളാണ് അവർ, മലയാളികളാണ്. ഈ 2 സ്ത്രീകളും 2 കന്യാസ്ത്രീകളും മലയാളികളായിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളെല്ലാവരും TV-യിലൂടെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ മാത്രമല്ല, ഛത്തീസ്ഗഡിലെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. അത് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, അത് അങ്ങനെ നിങ്ങൾ ചിത്രീകരിക്കരുത്. സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ആ കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന തരത്തിൽ ആൾക്കൂട്ടങ്ങൾ നിയമത്തെ കയ്യിലെടുക്കുന്ന ഒരു സമീപനത്തെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം. ഇവിടെ ഒറ്റക്കെട്ടായി നിന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും പങ്ക്, അവർ എത്ര കൃത്യമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? എന്തുകൊണ്ടാണ് അത് ബോധപൂർവം മറച്ചുവെക്കുന്നത്? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതറിഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നില്ലേ? അപ്പോൾ കോൺഗ്രസ് മാത്രം ഇങ്ങനെ ഒറ്റക്കെട്ടായി കാര്യങ്ങൾ തീർപ്പാക്കിയാൽ മതിയോ? അവിടെ കേന്ദ്ര സർക്കാരിൻ്റെയും BJP നേതൃത്വത്തിൻ്റെയും ഒക്കെ ഇടപെടലാണ് നമ്മൾ നേരത്തെ കണ്ട പ്രതികരണങ്ങളിൽ സഭാ നേതൃത്വം അടക്കം പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി, താങ്കൾ നിർബന്ധിത മതപരിവർത്തനത്തെയും മനുഷ്യക്കടത്തിനെയും അനുകൂലിക്കുന്നുണ്ടോ? കാരണം അവിടെ നിന്ന് ഈ
FIR രജിസ്റ്റർ ചെയ്ത് ഇത്തരം വകുപ്പുകൾ ചുമത്തുമ്പോൾ അവിടെ നിന്ന് യാതൊരു തരത്തിലും ഇങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് അവിടുത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് മനുഷ്യക്കടത്തും മതപരിവർത്തനത്തിനും എതിരെയാണോ? കാരണം കോൺഗ്രസ് തന്നെയാണ് പലയിടങ്ങളിലും അത് ബില്ല് മൂലം നിയമമാക്കിയത്. അതോടൊപ്പം ഇവിടെ BJP സർക്കാരിനെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും അവരുടെ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തിയത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിന്? ഒറ്റക്കെട്ടായി ഒരു കേസിനെ നോക്കുന്നുവെങ്കിൽ അത് ഇടപെടലിലൂടെ, കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ ഇടപെടലുകളിലൂടെ അവർക്ക് മോചനം കിട്ടി, അല്ലെങ്കിൽ അവർക്ക് ബെയിൽ ജാമ്യം അനുവദിച്ചു കിട്ടി എന്ന് പറയുന്നതല്ലേ അഭികാമ്യം? ഇല്ല, അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ചും താങ്കൾ എന്നോട് ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതിനകത്ത് ഉത്തരം നേരിട്ട് തന്നെ ഞാൻ പറയാം. മനുഷ്യക്കടത്തിനെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും ഉള്ള ഞങ്ങളുടെ നിലപാട് ഞാൻ പറയുകയാണ്. മനുഷ്യക്കടത്ത് 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ആ നിയമം ഏറ്റവും കൂടുതൽ ബാധകമാകുക. അതിനെയാണ് നമ്മൾ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്മതമില്ലാതെ 18 വയസ്സ് കഴിഞ്ഞായിക്കോട്ടെ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും അവരുടെ സമ്മതമില്ലാതെ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് മനഃപൂർവ്വമായി നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതിനെ നമുക്ക് മനുഷ്യക്കടത്തെന്ന് പറയാം. അതിനെ ഞങ്ങൾ 100% എതിർക്കുന്നു. അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്തുണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചതാണോ? ഇവിടെ സംഭവിച്ചതല്ലോ. ഇപ്പം നമ്മൾ പാലക്കാട്, നമ്മുടെ കൊച്ചു കേരളത്തിൽ പാലക്കാട് നമ്മൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. ആ സംഭവത്തിൽ ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ, കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നമ്മുടെ പാലക്കാട് കൊണ്ടുവന്നു. രോഹിണി അത് ഓർക്കുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഓർമ്മ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഇവിടെ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആളുകൾ ആരെയും അടിക്കാൻ പോയില്ലല്ലോ. നമ്മൾ നിയമപരമായിട്ട് അതിന് നടപടികൾ സ്വീകരിച്ചു. അതെന്തുകൊണ്ടാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ആ ബെയിൽ, ഇന്ന് കൊടുത്തിട്ടുള്ള ബെയിലിൻ്റെ എടുത്തു വെച്ച് നോക്കൂ. കോടതി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ 3 പെൺകുട്ടികളും പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളാണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സംശയത്തിൻ്റെ പേരിലാണ്. ഇനി സംശയത്തിൻ്റെ പേരിൽ 9 ദിവസം അവർക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായെന്നറിയാമോ? ആദ്യത്തെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആദ്യത്തെ ബെയിൽ നമ്മൾ മൂവ് ചെയ്തപ്പോൾ അതിനെ എതിർത്തത് സർക്കാരാണ്. സർക്കാർ അതിനെ എതിർത്തിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ രോഹിണിയോട് ചോദിച്ചല്ലോ, എന്താണ് നിങ്ങൾ BJPയെ മാത്രം എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ, BJP കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കേണ്ടതുണ്ട്. കാരണം BJP അവിടെ ഒരിടത്ത് ഭരിക്കുകയാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ക്രിസ്മസ് സമയത്ത് മാത്രം കേക്കുമായി അരമനകളിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് നീങ്ങിയല്ലേ? നിയമത്തിന്റെ വഴിക്ക് നീങ്ങി കോടതികളിൽ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് മാത്രമല്ല അവിടെ ജാമ്യം നിഷേധിക്കപ്പെടുകയും പിന്നീട് അത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു ശ്രമം സഭാ നേതൃത്വം അടക്കം അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാർ, അതായത് കൃത്യമായി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ജാമ്യം അനുവദിച്ച് കിട്ടത്തക്കവണ്ണമുള്ള ഒരു നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അയഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത് എന്നുള്ളത് നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വ്യക്തമാണ്. അതുതന്നെയാണ് സഭാ നേതൃത്വം പ്രതികരിച്ചതും താങ്കൾ കണ്ടു കാണും. വന്ദന ഫ്രാൻസിസിന്റെ സഹോദരനടക്കം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. സഭാ നേതൃത്വം പ്രതികരിച്ചറിയിക്കട്ടെ. ഇവിടെ ജാമ്യം നിലപാട് കടുപ്പിക്കാത്തത് കൊണ്ടാണ് ജാമ്യം ലഭിച്ചത്. കാരണം ഇത് നിലപാട് കടുപ്പിച്ചത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. കോടതിയുടെ വിധിപ്പകർപ്പിൽ ഏറ്റവും അവസാനമായി എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങൾ. അവിടെ പ്രോസിക്യൂഷൻ കൃത്യമായി ആ കേസ് ഡയറി ഓപ്പൺ ചെയ്ത് കാര്യകാരണങ്ങൾ നിരത്തിയിരുന്നുവെങ്കിൽ ഈ 9 ദിവസം കഴിഞ്ഞും അവർ അവിടെ തന്നെ തങ്ങുമായിരുന്നു. BN ഹസ്കർ, ഇവിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ള വാദവുമായാണ് കേരളത്തിലെ MP-മാർ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇടത് വലത് MP-മാർ അതനുസരിച്ച് ആഘോഷ പരിപാടികളൊക്കെ ജയിലിന് മുന്നിൽ സംഘടിപ്പിക്കുകയും ചെയ്തത് കണ്ടതാണ്. ഒരു നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ചില കാര്യങ്ങൾ പോകുമ്പോൾ അതിന്മേൽ സാമുദായിക വർഗീയ ചേരുവ കൂടി തിരുകി കയറ്റി കേരളത്തിലടക്കമുള്ള സാധാരണക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഈ രാഷ്ട്രീയ നാടകം നടത്തുന്നത്? BJPക്കെതിരെ എന്ന് പറയുമ്പോഴും ഇന്ന് നമ്മൾ മന്ത്രി MP രാജേഷിൻ്റെ ഒരു പ്രതികരണം കണ്ടതാണ്. ഞാൻ ആ പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷം താങ്കളുടെ മറുപടിയിലേക്ക് എത്താം. മതപരിവർത്തന നിയമം ഉണ്ടാക്കിയതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. ഛത്തീസ്ഗഡിലേത് ഇതിനൊക്കെ വഴിയൊരുക്കിയത് കോൺഗ്രസ്സാണ്. അപ്പം അതേ കള്ളനാട്യമാണ് കോൺഗ്രസും കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് മധ്യപ്രദേശിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് ഇതിലൊന്നും കാണാത്തത്? കോൺഗ്രസ് നേതാക്കൾ മാത്രമാണല്ലോ പോകുന്നത്. കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നൊരു സ്ഥലമല്ലേ ഛത്തീസ്ഗഡ്. എന്താണ് ഛത്തീസ്ഗഡിലെ PCCയുടെ അഭിപ്രായം? അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണ്? വാ തുറന്ന് അവരൊന്ന് പറയുമോ? അവരല്ലേ ശക്തമായിട്ട് നിൽക്കേണ്ടത്. ഇതിനെതിരായിട്ട് നിൽക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ശ്രീ ഹസ്കർ, നേരത്തെ
കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ GV ഹരി വ്യക്തമാക്കിയത് തങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായിട്ടാണ് ഈ ജാമ്യം ലഭിച്ചത്, ഈ മോചനം സാധ്യമായത് എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി രാജേഷിന്റെ വാക്കുകളിലൂടെ ഈ ഒറ്റക്കെട്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. കൃത്യമായി തന്നെ കോൺഗ്രസിനെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. ഇത് GV ഹരിക്കും കൂടി ബാധകമാണ്. കാരണം അവിടെ പറയുന്നുണ്ട് എവിടെ പോയി ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്നുള്ളത്. ശ്രീ ഹസ്കർ, ഇവിടെ ഇടത് MP-മാർ എന്തിനാണ് ഇങ്ങനെ വർഗീയ ചേരുവ ഇതിൽ കലർത്തുന്നത്? അവകാശവാദം എന്തിനാണ് ഇവർ ഉയർത്തുന്നത്? അല്ലെങ്കിൽ കേരളത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നുണ്ട്, അത് കേന്ദ്ര സർക്കാരിൻ്റെ, കേരളത്തിലടക്കമല്ല സംസ്ഥാനത്തെല്ലാ രാജ്യത്തെല്ലായിടത്തും ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷം വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? രോഹിണി, ഈ കന്യാസ്ത്രീമാരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടിമാരെന്നും ദൈവത്തിന്റെ മാലാകമാരെന്നും വിശ്വസിക്കുന്നവരാണ്. കഴിഞ്ഞ 9 ദിവസം ദൈവത്തെ കൂട്ടിലടച്ചതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇന്ത്യയിലെയും ഛത്തീസ്ഗഡിലെയും BJPക്ക് മാത്രം അവകാശപ്പെട്ടാൽ മതി. ഈ ജാമ്യം ലഭിച്ചത് കേരളത്തിലെ BJPയുടെ അവകാശവാദം പോലെ തന്നെ BJP നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇടപെടലുകളാണെങ്കിൽ കഴിഞ്ഞ 9 ദിവസം ദൈവത്തെ കൂട്ടിലടച്ചതിനും ജയിലിലടച്ചതിനും അതിന്റെ അവകാശവാദം കൂടി BJP ഏറ്റെടുക്കുമെങ്കിൽ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു അവകാശവാദവും ഇല്ല. എന്ന നിലയിൽ നിയമപരമായി തന്നെ പല കാര്യങ്ങളും പരിശോധിക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ കോടതി NIA കോടതിയുടെ വിധി ഇപ്പൊ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സംശയത്തിന്റെ പേരിൽ 2 കന്യാസ്ത്രീമാരെ പിടിച്ചു തുറങ്കലിലടയ്ക്കുക, ആൾക്കൂട്ട വിചാരണ നടത്തുക. ആൾക്കൂട്ട വിചാരണ നടത്തിയ ജ്യോതി ശർമ്മയും കൂട്ടാളികൾക്കുമെതിരെ നാളിതുവരെ ഛത്തീസ്ഗഡ് പോലീസ് ഒരു കേസ് പോലും എടുത്തിട്ടില്ല. 2, ആ കേസിൽ ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ കോടതി കണ്ടെത്തിയത് എന്താ? നാളിതുവരെ ഒരു കുറ്റകൃത്യ പശ്ചാത്തലം പോലും ഇല്ലാത്ത 2 കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകൾ അവരുടെ തിരുവസ്ത്രം അണിഞ്ഞ് കഴിഞ്ഞ 9 ദിവസമായി ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോഴൊന്നും കാണാത്ത ആകാംക്ഷയും വേവലാതിയും. അവരെ പിടിച്ച ജയിലിലിട്ടതിന്റെ ഉത്തരവാദിത്വം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ BJPക്കും കേന്ദ്ര BJPക്കും അവകാശപ്പെടാമെങ്കിൽ ഇപ്പൊ ജാമ്യത്തിൽ വിട്ടതിന്റെ അവകാശവാദവും BJP തിനെടുത്തു. പക്ഷേ NIA കോടതിയിൽ വളരെ കൃത്യമായി ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് തന്നെയാണ് BJPയും ബജ്രംഗദളും നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിലപാടെടുത്തു. ഒരു സംശയമില്ല, അതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയരുത്. കാരണം വളരെ കൃത്യമായി ആ വിധിപ്പകർപ്പിൽ പറയുന്നു, ആ വിധിപ്പകർപ്പിൽ എന്തുകൊണ്ട് ജാമ്യം നൽകുന്നു. യാതൊരു കുറ്റകൃത്യ പശ്ചാത്തലവും ഇല്ലാത്ത 2 കന്യാസ്ത്രീമാർ സംശയത്തിന്റെ പേരിൽ അവർ പിടിക്കപ്പെടുന്നു, അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അതിൽ കടത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി എന്ന് പറയുന്ന 3 പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി കുട്ടിക്കാലം മുതൽ അവർ ക്രിസ്തുമത വിശ്വാസികളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന അക്ഷന്തവ്യമായ അപരാധത്തിന്റെ പേരിൽ അവരെ ആ അപരാധത്തിന്റെ മുഴുവൻ പാപഭാരവും ഈ 2 പാപം കന്യാസ്ത്രീമാരുടെ പേരിൽ ചാർത്തുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല നമസ്കാരം. അതിനപ്പുറം നമുക്കൊന്നും പറയാനാവില്ല. കാരണം അത് 18 വയസ്സ് പൂർത്തീകരിച്ച ആരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത്തരം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ജ്യോതി ശർമ്മയും ബജറംഗദൾ പ്രവർത്തകരും അവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഇന്ന് പൊതുമണ്ഡലത്തിൽ ഉണ്ടെന്നേ. നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഹരി പറഞ്ഞത് നമ്മൾ സത്യാനന്തര കാലത്താണ് ജീവിക്കുന്നത്. സത്യം ചെരിപ്പിട്ട് ലോകം ചുറ്റി വരുമ്പോഴത്തേക്കും നുണകൾ നാട്ടിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ആ നുണകളുടെ വസ്തുതകൾ ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം തിരിച്ചറിഞ്ഞു. അതിന്റെ വേവലാതിയാണ് കേരളത്തിലെ BJPക്കുള്ളത്. ആ വേവലാതിയിൽ നിന്നുള്ള പൊള്ളലിൽ നിന്നുള്ള ആളലാണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നു എന്നുള്ളത്. രാജ്യത്ത് ഇപ്പോ ആർക്കെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായാംഗത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഭയമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത്തരം കഴിഞ്ഞ 2014 ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് സംശയത്തിന്റെ പേരിൽ ആരെയും ആൾക്കൂട്ട വിചാരണ ചെയ്യപ്പെടാം, ആരെയും ജയിലിൽ അടയ്ക്കപ്പെടാം എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഭരണഘടന പോലും അനുവദിച്ചു തരുന്ന ആർട്ടിക്കിൾ 25 അനുവദിച്ചു തരുന്ന മതവിശ്വാസം പോലും നടത്താൻ കഴിയാത്ത തരത്തിലേക്ക് ഭൂരിപക്ഷ മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണകൂട നേതൃത്വമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇടതു പ്രതിനിധികളും UDFന്റെ പ്രതിനിധികളും ഒക്കെ തന്നെ പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഇത്തരം കാര്യത്തിൽ ഇടപെടണം. അവർ ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ അവരെന്ത് പ്രതിപക്ഷമാണേ.
അവരിടപെട്ടു എന്നുള്ളത് കൊണ്ട് അവരാണ് ഈ ജാമ്യത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും നേടിയിട്ടുള്ളതാണോ? നിങ്ങൾ എന്താ പറയാ, ജില്ലാ സെഷൻസ് കോടതിക്ക് മുമ്പിൽ ഈ ജ്യോതി ശർമ്മ 7ഓളം കേസുകളിൽ വിചാരണ നേരിടാതെ ഒളിവിൽ കഴിയുന്ന പ്രതിയാണെന്നേ. ആ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ സെഷൻസ് കോടതിക്ക് മുമ്പിൽ കോടതിയെ പോലും ഭയപ്പെടുത്തുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് നിങ്ങളാരും കണ്ടില്ല. നിങ്ങളാരും അതിനെ അപലപിക്കുന്നതിന് തയ്യാറായില്ല. ഇവിടെയാണ് കാപട്യം എന്ന് പറയുന്നത്. അപ്പൊ സെഷൻസ് കോടതിയെ പോലും ഏതെങ്കിലും തരത്തിൽ ഭീതികരമായ ഒരു സാഹചര്യത്തിലേക്ക്, എന്നിട്ട് ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും സംസ്ഥാന BJPയുടെ അധ്യക്ഷനും സംസ്ഥാനത്ത് പോയ BJPയുടെ ജനറൽ സെക്രട്ടറിക്ക് അവകാശപ്പെടാനാണെങ്കിൽ കഴിഞ്ഞ 9 ദിവസം ഈ കർത്താവിന്റെ മണവാട്ടിമാരെ, ദൈവത്തിന്റെ മാലാകമാരെ കൂട്ടിലടച്ചതിന് അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ജാമ്യം ലഭിച്ചപ്പോൾ ആ ജയിലിന് മുൻപിൽ ഇടത് വലത് MP-മാർ കാണിച്ച രാഷ്ട്രീയ നാടകം നമ്മൾ കണ്ടതല്ലേ? എന്ത് പ്രഹസനമായിരുന്നു അവർ അവിടെ ആഘോഷത്തിമിർപ്പായിട്ടൊക്കെ കാണിച്ചത്, ലഡ്ഡു വിതരണം അടക്കമുള്ള നടത്തിയത്. താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? മുഴുവൻ തെറ്റും BJP സർക്കാരിലേക്ക് ചുമത്തുന്ന ഇവർ ഇങ്ങനെ അവിടെ വന്ന് അവകാശവാദം ഉന്നയിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അത് ആരെ തൃപ്തിപ്പെടുത്താനാണ്, ആരെ കാണിക്കാനാണ്? അല്ല രോഹിണി, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 400ഓളം ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയും ഇന്ത്യയിൽ ആക്രമണം നടന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും അതിന്റെ ക്രെഡിറ്റ് കൂടി BJP എടുക്കൂ. അതിന്റെ ക്രെഡിറ്റ് കൂടി BJP എടുത്താൽ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ക്രെഡിറ്റും വേണ്ട. ഞങ്ങൾ ലഡു വിതരണം ചെയ്തതോ LDF സർക്കാർ തന്നെ സ്വീകരിച്ചിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ കന്യാസ്ത്രീകൾക്കെതിരെ. 2.5 വർഷം കഴിഞ്ഞാണ് കോടതി നടപടികളൊക്കെ പൂർത്തിയാക്കി അവർ ആ കേസിൽ നിന്ന് കുറ്റവിമുക്തരായത്. രോഹിണി, അങ്ങിത് ചോദിക്കുമെന്ന് എനിക്ക് കൃത്യമായി. അത് LDF സർക്കാർ എടുത്ത കേസല്ല, റെയിൽവേ പോലീസ് ഫോഴ്സ് എടുത്ത കേസാ തൃശ്ശൂരിൽ അത് വെറുതെ വിട്ടത്. RPF സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. ഇതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അവിടെ റെയിൽവേ പോലീസ് എടുത്തതാണ് എങ്കിൽ അത് പിണറായി വിജയന്റെ ബാധ്യതയല്ല. പക്ഷേ ഇവിടെ ഛത്തീസ്ഗഡ് പോലീസ് എടുത്തതാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണ്, BJPയുടെ മൊത്തം ബാധ്യതയാണ്. RPF എടുത്ത കേസിൽ കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. RPF എടുത്ത കേസിന് എന്തിനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം പറയേണ്ടത്? RPF ആരുടെ നിയന്ത്രണത്തില്ല? നിങ്ങൾ കഴിഞ്ഞ കുറെ ദിവസം 2 ദിവസമായിട്ട് പറയുന്ന കളവുകളുടെ കൂട്ടത്തിലുള്ള ഒരു കളവ് കൂടിയാണിത്. കേരളത്തിലും ഇങ്ങനെ കേസെടുത്തില്ല. കേരളത്തിൽ കേസെടുത്തത് RPF ആണല്ലോ. RPF എടുത്ത കേസിന്റെ ഉത്തരവാദിത്വം കേരള പോലീസിന്റെ തലയിൽ വെക്കാനാണ് ശ്രമിക്കുന്നത്. എന്ത് അപഹാസ്യമായിട്ടുള്ള പെരുമാറ്റമാണ് നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ദയവീത് ഇത്തരം കള്ളങ്ങൾ പറയരുത്. വസ്തുതകൾ സംഭവിച്ചു. ഈ കാര്യത്തിൽ ആ കന്യാസ്ത്രീമാർ 2 9 ദിവസം കൂട്ടിലടച്ചതിന്റെ, ആ ദൈവത്തെ കൂട്ടിലടച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാവുക എന്നുള്ളതല്ലാതെ ഈ നിലയിൽ ഇപ്പോൾ ജാമ്യം കൊടുത്തത് ഞങ്ങളാണ് എന്ന അവകാശം താങ്കൾ പറഞ്ഞത് ഛത്തീസ്ഗഡ് പോലീസ് എടുത്ത കേസിൽ കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ ഉത്തരവാദിത്വം വഹിക്കണം എന്ന് താങ്കൾ പറയുന്നതോടൊപ്പം തന്നെ ഈ 9 ദിവസം ജാമ്യമില്ലാതെ ജയിലിൽ കഴിഞ്ഞതിന് BJP മാപ്പ് പറയണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഒന്ന്, ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഭരിക്കുന്നത് BJP ആണ്, അല്ലെങ്കിൽ എനിക്ക് തർക്കമില്ല. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നിയമപരമായി തന്നെ ഇക്കാര്യത്തിൽ പറയാം. എന്തുകൊണ്ടെന്നാൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുന്ന നിമിഷം തന്നെ സംസ്ഥാനത്ത് BJP ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നു, അവർ കളവായിട്ടാണ് ആ കേസിൽ പെട്ടത്, ആ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ BNSS കൃത്യമായ വകുപ്പുണ്ട്. ഈ കേസ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. എന്തുകൊണ്ട് കേസ് പിൻവലിച്ചില്ല? നിയമപരമായി ഇത് കളവായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നൊന്നും എങ്ങും പറയുന്നില്ല. മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കമുള്ള വകുപ്പുകൾ തന്നെയാണ് നിൽക്കുന്നത്. ജാമ്യം ലഭിച്ചുവെന്നേ ഉള്ളൂ. നീതിന്യായ വ്യവസ്ഥകളൊക്കെ, നിയമ നടപടികളൊക്കെ ഇനി തുടർന്നുണ്ടാകും. അതുകൊണ്ട് ഇത് കളവാണെന്നൊന്നും കേന്ദ്ര സർക്കാരോ BJPയോ ഒന്നും പറയുന്നില്ല. അവർ കേരളത്തിലുള്ള സഭാ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ചു, ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ചു, ഇടപെടണം എന്ന് പറഞ്ഞത് ശിരസാ വഹിച്ചുകൊണ്ട് ചില കൃത്യമായ ഇടപെടലുകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ഒന്ന് അയഞ്ഞത്. അതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത്. നിയമ നടപടികളൊക്കെ അതിന്റെ വഴിക്ക് പോകും എന്ന് കരുതി ഒരു നിയമം അല്ലെങ്കിൽ അത് ചുമത്തിയതൊക്കെ കളവാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അല്ല, ഇത് തന്നെ ഒരു ഭീഷണിയുടെ സ്വരം കൂടിയാണ് രോഹിണി. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ന്യൂനപക്ഷങ്ങൾ ഞങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജയിലറയ്ക്കുള്ളിലാവും, നിങ്ങൾ ആൾക്കൂട്ട വിചാരണ ചെയ്യപ്പെടും,
എന്ന ഭീഷണിയുടെ സ്വരമാണ് ഇക്കാര്യത്തിലുള്ളത്. സംസ്ഥാന BJPക്ക് ആത്മാർത്ഥമായി കേരളത്തിലെ ക്രിസ്ത്യാനികളോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതിന്റെ പേരിൽ പിൻവലിക്കാനുള്ള ആർജവമാണ് കാണിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ജാമ്യം നിയമപരമായി ലഭിക്കുമ്പോൾ ആ ജാമ്യം ലഭിച്ചത് ഞങ്ങൾ ഏതോ തരത്തിൽ ഇടപെട്ടത് കൊണ്ടാണ്, ഞങ്ങൾ എതിർത്തിരുന്നുവെങ്കിൽ ജാമ്യം ലഭിക്കില്ല. ആ ഉത്തരവ് വായിച്ചാൽ തന്നെ അറിയാം. ഒരു കുറ്റകൃത്യ പശ്ചാത്തലമില്ലാത്ത 2 കന്യാസ്ത്രീമാർ, അതുപോലെ തന്നെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ, അവർക്കെതിരെ എങ്ങനെയാ 15 കൊല്ലം മുമ്പ് അവർക്ക് ഈ 2 പെൺകുട്ടികളും മതം മാറ്റം ക്രിസ്ത്യൻ വിശ്വാസികളായി എന്ന് അവരുടെ തന്നെ സത്യവാങ്മൂലം, അവരുടെ രക്ഷിതാക്കൾ 3 പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ സത്യവാങ്മൂലം കോടതിയിൽ നിൽക്കുന്നു. അപ്പൊ ആ സത്യവാങ്മൂലത്തേക്ക് മറികടന്നുകൊണ്ട് ഞങ്ങളാണ് ചെയ്തത് എന്ന് എങ്ങനെ അവകാശപ്പെടപ്പെടും? കോടതി നടപടികൾ അറിയാത്ത സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ അത് വിശ്വസിക്കും. ഞാൻ അഭിഭാഷകനായതുകൊണ്ട് ക്രിമിനൽ നടപടികളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. വളരെ കൃത്യമായി ആ കുട്ടികളുടെ രക്ഷിതാക്കൾ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചും ആ കുട്ടികൾ മതപരിവർത്തനത്തിന് വിധേയരായിട്ടില്ല എന്ന ഉത്തമ ബോധ്യം ആ കോടതിക്കുണ്ടായതുകൊണ്ടുമാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അത് പറയുക അങ്ങനെയാണെങ്കിൽ ഇടതും വലതും കൂടി ആ അവകാശവാദം ഉന്നയിക്കരുത്. അവിടെ മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല, ബിലാസ്പൂരിൽ മിഷണറിമാരുടെ സ്വാധീനമൊക്കെ കൃത്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് മൊഴി മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തെയൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ചർച്ചയിലേക്ക് ശ്രീ കെവിൻ പീറ്റർ, ഇവിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വെപ്രാളത്തിലാണ് BJP. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ആരോപിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇപ്പോഴാണ് BJP എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കം വ്യക്തമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഏതു രീതിയിലുള്ള ഇടപെടലാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ നടത്തിയത് എന്നുള്ളത് സഭാ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ BJP സർക്കാരിനെ ഈ വിഷയവുമായി ചേർത്ത് കൂട്ടിക്കെട്ടി ഒരു സാമുദായിക ധ്രുവീകരണം നൽകുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുന്നത്? ശരിക്കും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഒരു കോമഡി നാടകം അവസാന സീനിൽ പൊളിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടത്. ഇതിൽ 3 കൂട്ടരാണ് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പിന്നെ ഇവിടുത്തെ ജിഹാദികളും. ജിഹാദികൾക്ക് മറ്റൊരു ലക്ഷ്യമായിരുന്നു. അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ നടത്തിയ നാടകം പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുന്നു എന്നുള്ളതിലെ അസഹ്യതയും വെപ്രാളവുമാണ് ഇത്തരത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് KC വേണുഗോപാലിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളാണ് കേരളത്തിലും ഛത്തീസ്ഗഡിലുമായിട്ട് കണ്ടത്. ഇതിൽ സഭാ നേതൃത്വത്തിലെ ചിലർ ഈ കോൺഗ്രസിന്റെ കെണിയിൽ വീണു. അവർക്ക് ഇപ്പോൾ പലർക്കും സത്യം മനസ്സിലായി. അവർ മാറ്റി പ്രതികരിച്ചിരിക്കുന്നു. ഇവിടെ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സഭാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ്, KCBC ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന്. അതുപോലെ തന്നെ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, CBCI ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. അപ്പോ KCBCയും CBCയും സംസ്ഥാന BJP നേതൃത്വത്തോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാതെ KPCCയോടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPMനോടോ അവർ ഈ സഭാ നേതൃത്വങ്ങളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ആ ആവശ്യം സ്വീകരിക്കുകയും അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഒരു പ്രതിനിധിയെ ഛത്തീസ്ഗഡിലേക്ക് അനൂപ് ആന്റണിയെ അയക്കുകയും ചെയ്തു. ശരിക്കും ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ആദ്യം ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നത് 30-ാം തീയതി ശ്രീ സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ ഈ വിഷയത്തിൽ കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുക. അതിനുശേഷമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും പ്രതിപക്ഷ MPമാരും എല്ലാം പ്രധാനമന്ത്രിയെ കാണുന്നത്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ PMന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ സുരേഷ് ഗോപി റാഫേൽ തട്ടിൽ പിതാവിനെ വിളിച്ച് താൻ ഇടപെട്ട കാര്യവും പ്രധാനമന്ത്രി അതിൽ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് തമ്പ് സിഗ്നൽ സുരേഷ് ഗോപിയോട് PM കാണിച്ചു എന്നാണ് പറഞ്ഞത്. ആ വിവരങ്ങളെല്ലാം തട്ടിൽ പിതാവിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ തന്നെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്
സഹായം അഭ്യർത്ഥിച്ചിട്ട് അവർ അതിൽ എന്ത് ചെയ്യുന്നു, അവർ അതിൽ വിജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ, തങ്ങളുടെ കന്യാസ്ത്രീകൾ വീണ്ടും അഴിക്കുള്ളിൽ തന്നെ തുടരുകയാണോ എന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് അവരിൽ ചിലരെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കോൺഗ്രസ് നടത്തിയ ഈ പൊറോട്ട് നാടകം തന്നെയാണ് പ്രധാനമായിട്ടും ഇത് ജാമ്യം കിട്ടാനുള്ള താമസം ഉണ്ടാക്കിയതിന്റെ പ്രധാന കാരണം. അവിടുത്തെ ജനവികാരം എന്ന് പറയുന്നത് കന്യാസ്ത്രീകൾക്കും കേരളത്തിനും എതിരാക്കി മാറ്റിയത് ഇവർ ആ ഛത്തീസ്ഗഡിൽ ജയിലിലും കോടതി പരിസരങ്ങളിലുമായി ഇവിടുത്തെ മാധ്യമ പടയും ഇവിടുത്തെ ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരും കൂടെ നടത്തിയ നാടകങ്ങളാണ്. ഇതിനകത്ത് മറ്റൊരു കൂട്ടർ വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മതമൗലികവാദികളാണ്. അവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ മുക്കുന്നത് ലാഭം എന്നതൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഈ മതമൗലികവാദികളുമായിട്ട് ചേർന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഭാരതത്തിൽ മൊത്തം ഈ വിഷയം ചർച്ചയാക്കി. ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഹൈന്ദവ സംഘടനകളെ ഈ വിഷയത്തിൽ ജാഗരൂകരാക്കി. ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ തെറ്റുകാരും മതപരിവർത്തകരുമാക്കി മാറ്റിക്കൊണ്ട് ഹിന്ദു സമുദായത്തിൽ നിന്നും അടർത്തി ഒരു ശത്രുക്കളെ പോലെ മാറ്റി ഒറ്റപ്പെടുത്താനും തെറ്റുകാരാക്കി മാറ്റാനും സാധിച്ചു. ഇതിന്റെ അലയൊലികൾ ഭാവിയിൽ ഭാരതത്തിന്റെ പല ഭാഗത്തും അനുഭവിക്കേണ്ടതായി വരും. ഇതിന് കാരണക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസുമാണ്. ഇവിടുത്തെ മതമൗലികവാദികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ കൃത്യമായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് അവിടെ NIA കോടതിയിൽ അവർ ഒരു സാധാരണ പ്രോസിക്യൂട്ടർ എന്താണോ നടത്തേണ്ട ഇടപെടൽ അത് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കന്യാസ്ത്രീകൾ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പ്രോസിക്യൂഷൻ എടുത്തത്. ഇവരെ ഫർദർ ആയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ള കസ്റ്റഡിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പ്രോസിക്യൂഷൻ അവിടെ പറയുകയുണ്ടായി. അതിന്റെ അർത്ഥത്തിൽ പിന്നീട് അവരെ ജയിലിൽ വെക്കേണ്ടതായ ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ജാമ്യം ലഭിച്ചത്. ഇത് 3 ദിവസങ്ങൾക്ക് മുൻപ് ലഭിക്കേണ്ടതായിരുന്നു. പിന്നെ ആദ്യഘട്ടത്തിലെ ജാമ്യം നിഷേധിച്ചെന്തുകൊണ്ട് അസ്കർ ചോദിക്കുകയുണ്ടായി, ആരാണ് ആ വനിതയായിട്ടുള്ള സിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ നിയമിച്ചത്? ഒരു CBCIക്ക് ഇവിടെ പണമില്ലേ? അഭിഭാഷകരില്ലേ? KCBCക്ക് ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ആരാണ് സിനി എന്ന് പറയുന്ന അവിടെ ഒരു അട്ടിമറി തന്നെയാണ് നടന്നത്? അത് ഇവർക്ക് തുറന്നു പറയാൻ അവിടെയുള്ള BJPയുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ അഭിഭാഷകയെ വെച്ചത് CBCI നേതൃത്വം അറിഞ്ഞിട്ടല്ല, അവിടുത്തെ ചണ്ഡീഗഡ് രൂപത അറിഞ്ഞിട്ടല്ല, ഈ സന്യാസ സമൂഹത്തിന്റെ മേലധികാരി അറിഞ്ഞിട്ടല്ല. പക്ഷെ ആരാണ് അവരെ നിയോഗിച്ചത്? അത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ മാതാപിതാക്കളുടെയും മൊഴികൾ അവിടെ റെക്കോർഡ്സ് ആയിട്ട് എത്തുന്നതിന് മുമ്പാണ് അവിടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത്, അല്ലെ? തീർച്ചയായിട്ടും സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നു. അവിടുത്തെ ഇവിടുന്ന് പോയ മാധ്യമപ്പടയും ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോമാളികളും കൂടെ ചേർന്ന് അവിടെ ഉണ്ടാക്കി അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിൽ പാർലമെന്റിൽ നടന്ന കാര്യങ്ങളും എല്ലാം കൂടെ വാർത്തയായി. അവിടെ മൊത്തത്തിൽ ഒരു ആന്റി ക്രിസ്ത്യൻ, ഒരു ആന്റി കേരള ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ടു. അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളെല്ലാം അവിടുത്തെ അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടുന്ന് പോയായിരുന്നല്ലോ സണ്ണി ജോസഫൊക്കെ ഏതെങ്കിലും ഒരു അവിടുത്തെ ഛത്തീസ്ഗഡിന്റെ ഏത് കോൺഗ്രസ് നേതാവ് കൂടെ പോകാൻ തയ്യാറായോ? ഇല്ലല്ലോ. ഒരു വാക്ക് അതിൽ ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ ആള് പറയുകയുണ്ടായി, അവിടുത്തെ PCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മതപരിവർത്തന നിയമം ഒന്നുകൂടെ കടുപ്പിക്കണം, അതിനെ ഞങ്ങൾ ഗവൺമെന്റിന് തടഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നെ അസ്കർ പറഞ്ഞ മറ്റൊരു കണക്കുണ്ട്, അതും തെറ്റാണ്. അസ്കർ പറഞ്ഞത് ഒരു വർഷത്തിൽ 4000 കഴിഞ്ഞ വർഷം 4000-ലേറെ ക്രിസ്ത്യൻ പീഡനങ്ങൾ നടന്നു. നിങ്ങൾ ഏത് കണക്കിനെ ഉദ്ധരിച്ചാണ് പറയുന്നത്? ഒന്ന് അസ്കറിനെ വെളിപ്പെടുത്താം. അസ്കർ ഉദ്ധരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് ജോൺ ദയാൽ എന്ന് പറയുന്ന ഒരു സഭയുമായി ബന്ധമില്ലാത്ത അർബൻ നെക്സൽ മതമൗലികവാദിക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന KC മൈക്കിൾ, ജോൺ ദയാൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ടോൾ ഫ്രീ നമ്പറിൽ വന്നിട്ടുള്ള പരാതികളുടെ കണക്കാണ് ആ പറയുന്നത്. അല്ലാതെ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ അല്ലെ ക്രിസ്ത്യൻ മിഷണറിക്കെതിരെയുള്ള അക്രമങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള FIRകളുടെ കണക്കല്ല. നിങ്ങൾ മനഃപൂർവ്വം കേരളത്തിലെ ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ കണക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ടോൾ ഫ്രീ നമ്പറിലല്ല വിളിക്കേണ്ടത്. ആദിവാസിക്കായാലും സാധാരണക്കാരായാലും പരാതി ഉണ്ടെങ്കിൽ പോലീസിനെയാണ് സമീപിക്കേണ്ടത്. അപ്പൊ പിന്നെ ടോൾ ഫ്രീ നമ്പറിലെ കണക്കുകൾ ഉദ്ധരിച്ച് നിങ്ങൾ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ RPFന്റെ കാര്യം ചോദിച്ചല്ലോ. 2022 തൃശ്ശൂരിൽ വന്നിറങ്ങിയ
പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും 4 ദിവസം റിമാൻഡ് ചെയ്ത് 5-ാം ദിവസമല്ലേ ജാമ്യം കൊടുത്തത്? അപ്പോൾ അസ്കർ എന്താണ് പറഞ്ഞത്? അത് RPF അല്ലേ, അത് കേന്ദ്രത്തിന്റെ ഇതിലുള്ള, നിങ്ങൾ അതിനെ എതിർത്തോ? നിങ്ങൾ അന്ന് ഇതുപോലൊരു പ്രകടനം തൃശ്ശൂർ റെയിൽവേ പോലീസിന്റെ സ്റ്റേഷന്റെ മുന്നിൽ നിങ്ങൾ നടത്തിയോ? കോൺഗ്രസ് എതിർത്തോ? അന്ന് നിങ്ങൾ ആരും എതിർത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് മനസ്സിലാക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ചുമതല അതായത് അതത് സംസ്ഥാനങ്ങളിൽ നമ്മുടെ അഡീഷണൽ DGPമാർക്കാണ് എന്നുള്ളതാണ്. ഏതാണ് സംസ്ഥാനം എന്നുള്ളത് അവരുടെ അഡീഷണൽ DGPമാരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ചുമതല വഹിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ അവരാണ് വഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തുക പരിപാടിയാണ്. അതല്ല, ഞാൻ അങ്ങ് വഴങ്ങുമെങ്കിൽ ഒരു കാര്യം മാത്രം ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറിയില്ല, ഇനി താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ തിരിച്ചടക്കിയോ? രോഹിണി, ആരുടെ കീഴിലും ആയിക്കോട്ടെ അഷ്കറിന്റെ പാർട്ടി അതിനെതിരെ അവിടെ പ്രതിഷേധിച്ചോ? ഇല്ല. കോൺഗ്രസ് പ്രതിഷേധിച്ചോ? ഇല്ല. അസ്കർ ക്രിസ്തുവിന്റെ മണമാട്ടിമാർക്കെതിരെ വളരെ സ്നേഹത്തോടെ പറയുന്ന കേട്ടല്ലോ, അവർ ക്രിസ്തുവിനെയാണ് ജയിലിൽ അടച്ചെന്ന്. ഈ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയെ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ ഇതേ പറയുന്ന ക്രിസ്തുവിന്റെ മണമാട്ടിയായിട്ടുള്ള കന്യാസ്ത്രീയെ തടഞ്ഞു വെച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും കൂടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ. വളഞ്ഞു വെച്ച് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ID കാർഡ് പിൻവലിച്ചു. നിങ്ങളുടെ സർക്കാർ കേസെടുത്തോ? ഇല്ലല്ലോ. അതിന് 4 മാസം മുമ്പ് കണ്ണൂരിലെ ചെമ്പൻതൊട്ടിയിൽ സെന്റ് ജോർജ് ഫറോന ദേവാലയത്തിൽ ഉപജില്ലാ റവന്യൂ കലോത്സവം നടക്കുമ്പോൾ ഒരു SDPI പ്രവർത്തകനായ അധ്യാപകനും 12 മുസ്ലിം വിദ്യാർത്ഥികളും കൂടെ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ കന്യാസ്ത്രീയുടെ കോമ്പൗണ്ടിൽ ചെന്നു, അവരുടെ കോൺവെന്റിൽ ചെന്നു. അവിടെ ചെന്ന് കന്യസിക്കാൻ ഇടം കൊടുക്കാത്തതിന്റെ പേരിൽ പച്ച തെറി പറയുകയും അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടികൾ ചവിട്ടി തെറിപ്പിക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ കന്യാസ്ത്രീമാർ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ആ അധ്യാപകനെയും വിദ്യാർത്ഥികളെയും പുറത്തിറക്കിയത്. അതിന്റെ പ്രതിഷേധം എന്നോണം അന്ന് ആ പള്ളിയിലിരുന്ന കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധ ഉറാനെടുത്ത് കക്കൂസിലിട്ട് വെള്ളമൊഴിച്ചു. പാർട്ടി പ്രതികരിച്ചോ? നിങ്ങൾ കേസെടുത്തോ? ക്രിസ്തുവിന്റെ മണവാട്ടിമാരെ തെറി പറഞ്ഞിട്ട് അവരുടെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ പൊട്ടന്മാരാക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തുള്ള വിഷയങ്ങളാണ് നിങ്ങളുടെ ഹിജാബിന്റെ പേരിൽ ഏതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ കയറി കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അല്ലെ? ഒരു വീട്ടിൽ നിന്നും കറുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ 2 കുട്ടികൾ പർദ്ദ ഇട്ടുകൊണ്ട് വന്നു. അവരെ വെച്ച് ഒരു കുട്ടികളുടെ ഒരു റാലി നടത്തിയതിന്റെ പേരിലാണ് പ്രിൻസിപ്പളായ കന്യാസ്ത്രീയെയും മാനേജരച്ചനായ വൈദികനെയും തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി തെറി പറഞ്ഞ് മാപ്പ് പറയിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. നിങ്ങൾ കേസെടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഭയങ്കര സ്നേഹമാണ്, കേരളത്തിന് പുറത്ത്. പക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് സ്നേഹമില്ല. നിങ്ങളുടെ ഇരട്ടത്താപ്പാണിത്. നിങ്ങളുടെ വോട്ട് നിങ്ങളെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കി വീണ്ടും രാഷ്ട്രീയ അടിമകളാക്കിയതാണുള്ള നിങ്ങളുടെ തന്ത്രമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു റോളുമില്ല. നിങ്ങൾ ലഡ്ഡു കൊടുത്തത് വെറുതെയാണ്. നിങ്ങൾ അവിടെ പോയി 3 ദിവസം മുമ്പ് കിട്ടാമായിരുന്ന ജാമ്യത്തെ ഇല്ലാതാക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഇവിടെ ശരിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ആ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ഇത്തരത്തിൽ ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതുതന്നെയാണ് സഭാ നേതൃത്വവും ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളടക്കവും വ്യക്തമാക്കിയത്. ശ്രീ KVS ഹരിദാസ്, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഈ വിഷയം ഇത്തരത്തിൽ വിവാദമാക്കാനും എരുതിയിൽ എണ്ണയൊഴിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചതിലൂടെ എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അതുമാത്രമല്ല, BJPക്ക് ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിച്ചതുകൊണ്ടുണ്ടായ ഒരു വേവലാതിയിൽ നിന്നാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെയും എങ്ങനെ കാണുന്നു? അല്ല, നമ്മൾ ആദ്യം കാണേണ്ടത്, ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം, ഈ ഒരു വിഷയത്തിൽ BJP ഇടപെട്ടത് ഇവിടുത്തെ CBCE ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അത് ആൻഡ്രോത്ത് പിതാവ് തുറന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിലല്ലേ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്? അപ്പോൾ BJPക്ക് ഒരു ടാസ്ക് ഏൽപ്പിച്ചു ഇവിടുത്തെ കത്തോലിക്ക സഭ. അത് BJP ഏറ്റെടുത്തു. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ 2 സിസ്റ്റേഴ്സിൻ്റെ സഭകളുടെ മേധാവിമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ വിളിച്ചിരുന്നു. അദ്ദേഹം അവരോട് സംസാരിച്ചതാണ്. സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു. അദ്ദേഹം സംസാരിച്ചതാ. അതിനൊപ്പമാണ് അമിത്ഷായുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നത്.
അപ്പോൾ ഇത്തരം മാത്രം ഇടപെടലുകൾക്ക് ശേഷമാണ് ഈ 2 കന്യാസ്ത്രീമാർ ഇറങ്ങിപ്പോരുന്നത്. ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമൊന്നുമില്ല, ഒരാളെയും പിടിച്ചകത്തിടാൻ ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞത് എന്താ, മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ BJPയുടെ കീഴിൽ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമാണ് പുറത്തിറങ്ങി നടക്കാൻ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എത്ര ആയിരം ക്രിസ്ത്യൻ പള്ളികളുണ്ട്, എത്ര ആയിരം മുസ്ലിം പള്ളികളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ നടത്തുന്നേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു പ്രോബ്ലവുമില്ല ഇവിടെ. പക്ഷെ ആരെങ്കിലും ഒരാൾ നിയമം ലംഘിച്ചാൽ, കുറ്റം ചെയ്താൽ അതിന് നടപടിയെടുക്കുന്നത് അയാൾ ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, നായരാണോ, അല്ലെങ്കിൽ ജൈനനാണോ, സിഖാണോ എന്ന് നോക്കിയിട്ടല്ല. അത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഭരണഘടന അനുശാസിക്കുന്നതാണ്. അവിടെ ആരെയും കുറ്റപ്പെടുത്തി അവിടെ പഴിചാരി മുഖം രക്ഷിക്കാൻ നോക്കേണ്ടതില്ല. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു മതന്യൂനപക്ഷത്തിനും ഇവിടെ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ പാലാ ബിഷപ്പിന് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അദ്ദേഹം ക്രൈസ്തവ സഭയിൽ നടന്ന ഒരു ചടങ്ങിലാണ് ഇവിടുത്തെ ലഹരിക്കെതിരായിട്ട് സംസാരിച്ചത്. അദ്ദേഹത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ പാലാ ബിഷപ്പിൻ്റെ അരമനയ്ക്ക് മുമ്പിൽ വടിവാളും ഏന്തിക്കൊണ്ട് പ്രകടനം നടത്തിയത് ആരാ? അവരെ തള്ളി പറയാൻ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അതൊക്കെ ബിഷപ്പിനെ പോലുള്ളവർ കൂടി ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. പല ബിഷപ്പിനെ പോലുള്ള കേരളത്തിലെ കത്തോലിക്ക സഭയുടെ തലപ്പത്തുള്ള ആചാര്യന്മാർ, ബിഷപ്പുമാർ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ അവരുടെ പ്രസ്താവനകളിൽ അത് വ്യക്തമാണ്. BJP ആർക്കും എതിരല്ല. BJPയെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് നാളെയും തുടരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ, മതന്യൂനപക്ഷങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ BJP തുടരുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അത്രത്തോളം സ്വാതന്ത്ര്യവും സംരക്ഷണവും ഇന്ത്യക്ക് വെളിയിൽ കിട്ടുന്നുണ്ടോ? ബംഗ്ലാദേശിലെ സ്ഥിതി എന്താ? പാകിസ്ഥാനിലെ അവസ്ഥ എന്താ? യമനിലും സിറിയയിലും ഒക്കെ എന്താണ് അവസ്ഥ? അവിടെ ആരാ ഭരിക്കുന്നേ? ഇതൊക്കെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് പോലും അറിയാം. അവർക്കറിയാം, അവർക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന പരിഗണനയും പരിരക്ഷയും സംരക്ഷണവും ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് BJPക്കെതിരായിട്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു വക്രീകൃത ചിത്രം തുറക്കാനുള്ള ശ്രമങ്ങൾ അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മോഡിയോടൊപ്പം വരുന്നുണ്ട്, രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം വരുന്നുണ്ട്, BJPയോടൊപ്പം വരുന്നുണ്ട്. അതിൽ ബേജാറായിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പ്രവർത്തനം സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ളത്. അല്ലാതെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ, അത് വിജയിക്കാൻ പോകുന്നില്ല എന്നത് ആവർത്തിക്കുന്നു. BJP ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ സംരക്ഷകരായിട്ട് രംഗത്തുണ്ടാകും, മതന്യൂനപക്ഷങ്ങളുടെ കൂടെ സംരക്ഷകരായിട്ട് ഉണ്ടാകും. അത് ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ നൽകാൻ കഴിയുക. അതെ, ശ്രീ BN ഹസ്കർ, താങ്കൾ നേരത്തെ BJPക്ക് വേവലാതി എന്ന് പറഞ്ഞ ഇടത്തുനിന്ന് തന്നെ തുടങ്ങാം. ന്യൂനപക്ഷങ്ങൾ BJPയോട് കൂടുതൽ അടുക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹവും സഭാ നേതൃത്വവും ഒക്കെ BJPയോട് വച്ചു പുലർത്തുന്ന ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവരുടെ അടുപ്പം, അതുമാത്രമല്ല ഒരു വികസിത രാജ്യത്തിലേക്കുള്ളൊരു കുതിച്ചുചാട്ടമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനെ തങ്ങൾ അനുകൂലിക്കുന്നു എന്നതടക്കമുള്ള പ്രസ്താവനകൾ വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയമില്ല, തങ്ങൾ പിന്തുണയ്ക്കുന്നത് വികസനം മാത്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൂടെ വന്നപ്പോൾ, പാംപ്ലാനി അടക്കമുള്ളവരാണ് അങ്ങനെ പറഞ്ഞത്, അതിലേക്ക് വന്നപ്പോഴുണ്ടായ ആ ഒരു വേവലാതിയിലല്ലേ ഇപ്പോൾ ഈ വിഷയത്തെ ഇത്രയധികം വിവാദമാക്കി ചിത്രീകരിച്ച് BJP സർക്കാരിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഇത്, അല്ലെങ്കിൽ അവരുടെ ഗൂഢ ഉദ്ദേശമായിരുന്നു ഇത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഫലമായിട്ടല്ലേ ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം കാണിച്ചുകൊണ്ട് ഇടത് MP-മാർ അടക്കം ഛത്തീസ്ഗഡിലേക്ക് എത്തുകയും അവർക്ക് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ ഹസ്കർ, രോഹിണി, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നത് 2 കാര്യം കൂടി ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, RPFന്റെ കേരളത്തിലെ ചുമതല കേരള പോലീസിനല്ല,
അത് ദക്ഷിണ റെയിൽവേയുടെ ചെന്നൈ റീജിയന്റെ കീഴിലാണ് RPF വരാറുള്ളത്. അവരാണ് അവിടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് RPF ഉണ്ട്. അവരാണ് നിയന്ത്രിക്കുന്നത്. RPFന് സംസ്ഥാന പോലീസുമായി യാതൊരു ബന്ധമില്ല. RPF തൃശ്ശൂരിലെടുത്ത കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രീ കെവിൻ പീറ്റർ ഉന്നയിച്ച ഒരു ആരോപണം, അവർക്കെതിരെ കേസെടുത്തപ്പോ CPM-ഓ കേരളത്തിലെ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്തെങ്കിലും തരത്തിൽ ബഹളമുണ്ടാക്കിയോ എന്നുള്ളതാണ്. അവിടെ ഒരു ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലും ഒരാൾക്കൂട്ട വിചാരണയും അവിടെ നടന്നില്ല എന്നുള്ളതാണ്. മിഷണറി പ്രവർത്തനം ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തി തുടങ്ങിയിട്ട് ഒരു 2000 കൊല്ലത്തിന്റെ ചരിത്രമെങ്കിലും ഉണ്ടാവും. ഒരുപക്ഷെ മതപരിവർത്തനമായിരുന്നു മിഷണറി പ്രവർത്തനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് നിങ്ങൾ കരുതുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന വിചാരധാരയിൽ ഒഴികെ ഈ 2000 കൊല്ലത്തിനിടയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനം നടത്തിയത് വഴി മതപരിവർത്തനമാണ് അവരുടെ ലക്ഷ്യമെന്നായിരുന്നു എങ്കിൽ കൃത്യമായും ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമായി രൂപാന്തരപ്പെടുമായിരുന്നു എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരെല്ലാവരും ആരും ഹിന്ദുക്കളായിരുന്നില്ല. അതിൽ അശോക ചക്രവർത്തി ബുദ്ധമതക്കാരനും ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതക്കാരനും ബാക്കിയുള്ള ചക്രവർത്തിമാർ ഇങ്ങ് അക്ബർ വരെയുള്ളവർ മുസ്ലിം മതക്കാരൻ. 400 ചില്ലുവാനം വർഷം ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിം ചക്രവർത്തിമാരായിരുന്നു. അങ്ങനെയെങ്കിൽ അവർ വിചാരിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകുമായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രത്യേകത എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയാണ് കഴിഞ്ഞ 11 കൊല്ലമായി ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് എന്ന വേവലാതിയാണ്. ആ വേവലാതി പറയുമ്പോൾ പൊള്ളുന്നത് എപ്പോഴും BJPക്കാണ്. ഇവർ ആട്ടും തോലിട്ട ചെന്നായിയാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്ത ചില പൊട്ടന്മാർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് പൊട്ടന്മാർ ഉറക്കം നടിച്ചാൽ അവരെ വിളിച്ചുണർത്താൻ നമുക്കാവില്ല. ഉറങ്ങുന്നവരെ മാത്രമേ വിളിച്ചുണർത്താനാവൂ. അങ്ങനെ ഉറങ്ങുന്ന ആളുകളായിരുന്ന കേരളത്തിലെ സദ്ബുദ്ധിയുള്ള സർവ്വ ക്രിസ്ത്യാനികൾക്കും ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ട്. ചില കാസാബ് ആളുകൾക്ക് ഇപ്പോഴും ഇക്കാര്യം എന്താണ് എന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ചില സിനിമയിലൊക്കെ പറയുമല്ലോ, മരുന്നിന് പോലും ഞങ്ങൾ കണ്ടില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ടു, അതുപോലെ ജോർജ് കുര്യൻ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേവലാതി BJPക്ക് ഉള്ളതുകൊണ്ടാണോ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലടക്കം മതപരിവർത്തനത്തിനെതിരെയുള്ള ബില്ല് പാസാക്കിയതും അത് നിയമമാക്കിയതും കോൺഗ്രസ് സർക്കാരുകളായിരുന്നില്ലേ? അവിടെയൊന്നും BJPയുടെ ഇടപെടലില്ലല്ലോ. കൃത്യമായി അതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 1954 തുടങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഓരോരോ സംസ്ഥാനമായി ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. അവിടെ എല്ലാം കോൺഗ്രസ് സർക്കാരാണ് അത് നിയമം മൂലം നടപ്പിൽ വരുത്തിയത്. അവിടെയൊന്നും BJPയുടെ ഒരു വേവലാതിയും കണ്ടില്ലല്ലോ. നമ്മൾ അങ്ങൊന്ന് പരിശോധിക്കൂ. ഛത്തീസ്ഗഡിൽ ഏകദേശം 2% മുസ്ലിങ്ങളുള്ളത്, 1.92% ക്രിസ്ത്യാനികളുള്ളത്. ബാക്കി 96% ഹിന്ദുമത വിശ്വാസികളാണ്. അതിൽ തന്നെ 80% പിന്നോക്ക ഹിന്ദുക്കളാണ്. അതെ, അത് മാത്രമല്ല അവർ തനതായ പൈതൃക പാരമ്പര്യം പുലർത്തുന്നവരാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ നിയമം കർശനമായി തന്നെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം ഇന്നലെ വന്ന BJPക്ക് അല്ലല്ലോ കൊടുക്കേണ്ടിയിരുന്നത്. ഈ നിയമം നടപ്പിലാക്കി നാളിതുവരെ നടപ്പിലാക്കിയ കോൺഗ്രസിനല്ലേ കൊടുക്കേണ്ടത്? BJP അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നില്ലല്ലോ. ഒരു നിയമം അവർ അത് നടപ്പിൽ വരുത്തിക്കൊണ്ട് പോകുന്നു. BJP പറഞ്ഞില്ലല്ലോ, BJP അത് പറഞ്ഞില്ലല്ലോ. പക്ഷേ BJP അങ്ങനെ ഒരു അവകാശവാദവും ഉന്നയിച്ചില്ലല്ലോ ശ്രീഹസ്കർ. പക്ഷേ ആ നിയമം നടപ്പിൽ വരുത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട്. ആ നിയമം അവിടെ ഉണ്ടായിരുന്നിട്ടും 4% മാത്രമേ അവിടെ മറ്റിതര സമുദായക്കാരുള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ ആരെയും മതപരിവർത്തനം നടത്തുന്നില്ലെന്നേ. അവിടെ അശരണരും നിരാലംബരും കുഷ്ഠരോഗികളുമായിട്ടുള്ള സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. കിലോമീറ്ററുകളോളം നടന്നു പ്രവർത്തിക്കുന്ന ഈ തിരുവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീമാരെ കഴിഞ്ഞ 9 ദിവസമായി ജയിലിലടച്ചതാ. ആ ജയിലിലടയ്ക്കുന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഒരു ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജറംഗദൾ പ്രവർത്തകയാ, ബജറംഗളുടെ നേതാവാ. അവർക്കെതിരെ നിങ്ങൾ എന്ത് കേസെടുക്കുന്നെന്ന് ഇവിടെ കാസയൊക്കെ പറയുന്നുള്ളൂ. അവർക്കെതിരെ കേസ്, ഈ ആൾക്കൂട്ട വിചാരണ നടത്തിയാൽ ഇപ്പൊ BNS പ്രകാരം നീ കൃത്യമായി കേസെടുക്കുന്നതിനുള്ള മാർഗമുണ്ട്. അവർക്കെതിരെ ശിക്ഷിക്കാനും കേസെടുക്കുന്നതിനും അവരെ ഇതുപോലെ തന്നെ ജയിലിലടയ്ക്കാനും നിയമമുണ്ട്. പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ഇവർക്കാർക്കെങ്കിലും? ഇവരിവിടെ വന്ന് BJPയെയും പൃഷ്ഠം താങ്ങുക എന്നുള്ളതിനപ്പുറം ഇവർക്ക് വേറെ എന്തെങ്കിലും ഉളുപ്പ് വേണമെന്നേ ഇത്തരം പ്രവൃത്തികൾ നടത്തുമ്പോ? ഈ പാവം 2 കന്യാസ്ത്രീമാരെ പിടിച്ച്
ജയിലിലിട്ടിട്ട് ഞങ്ങൾ അൽമായറുടെ പ്രതിനിധികളാണെന്ന് വന്ന് പറഞ്ഞിട്ട് ഇവിടെ സുരേഷ് ഗോപി മരുന്നിന് പോലും കണ്ടില്ലെന്നേ സുരേഷ് ഗോപിയെ. ഒരു പ്രതികരണം നടത്താൻ ശ്രീ ജോർജ് കുര്യൻ തയ്യാറായില്ലെന്നേ. മുതലപ്പടിയിൽ ജോർജ് കുര്യൻ അനുഭവിക്കേണ്ടി വന്ന ഇത്ര അപമാനം കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് സംഭവിച്ചിട്ടുണ്ടോ? മുതലപ്പടിയിലെ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞിറങ്ങിപ്പോയി. അതില് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പോ കേരളത്തിന്റെ പൊതുവികാരമായിരുന്നു ആ കന്യാസ്ത്രീമാരെ ജയിലിലടക്കരുതെന്ന്. ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ ഭരണകൂടം അവിടെ നിന്ന് ഉയർത്തത് നമ്മൾ കണ്ടതാണ്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ തുറമുഖ വകുപ്പ് ഡയറക്ടറെ അടക്കം അവിടെ ഇവരൊക്കെ വന്ന് ശരി ഈ പറഞ്ഞ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും വന്നാണ് ഇതെല്ലാം നടത്തി തന്നത്. കേസ് പിൻവലിച്ചിരുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ അവകാശവാദത്തോടൊപ്പം നിങ്ങൾ കേരളത്തിലെ BJP അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയും കരുതി ഞാൻ കാണിക്കില്ലായിരുന്നു. കേസ് പിൻവലിക്കാൻ നിയമമുണ്ട്. എന്തുകൊണ്ട് കേസ് പിൻവലിച്ചില്ല? അവർക്കെതിരെ എടുത്തിട്ടുള്ളത് കള്ളക്കേസാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. എങ്ങനെ കോടതിക്ക് പോലും ഇപ്പൊ ഉത്തമ ബോധ്യമുണ്ട്. എങ്കിൽ കേസ് ആർക്ക് ബോധ്യമുണ്ട്? കോടതിക്കുണ്ട്. NIA കോടതി വിധി വായിച്ചു നോക്കും. ഞാൻ നിയമം പഠിച്ചവനാ. നിയമം പഠിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു സർക്കാർ കള്ളക്കേസാണ് എന്ന് പറയാൻ? നിയമവ്യവസ്ഥകൾ ഉണ്ടല്ലോ. ഇനി വാദങ്ങൾ നടക്കണ്ടേ? ഇനി നിയമ നടപടികൾ ഒരു വാദവും വേണ്ട. സംസ്ഥാന സർക്കാരിന് കേസ് പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. സംസ്ഥാന സർക്കാർ കേരളത്തിലെ BJPയുടെ ആവശ്യമുന്നയിക്കുന്നു, ഈ കേസ് പിൻവലിക്കണം, ഇത് കള്ളക്കേസാണെന്ന് ബോധ്യം വന്നിരിക്കുന്നു. സ്വാഭാവികമായ നിയമ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമല്ലോ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പാവപ്പെട്ട കന്യാസ്ത്രീകളെയും കേരളത്തിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ വടക്കേ ഇന്ത്യയിൽ ആകമാനമുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികളെയും ആക്രമിക്കണം. ശരി, അതുകൊണ്ട് ആക്രമിക്കുന്നതിന്റെ തുടർച്ചയുണ്ടാവണം. ശരി, ശ്രീ BN ഭാസ്കർ, ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടവും കണ്ടതാണ്. എത്രയോ നാൾ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതാണ് ഇപ്പോൾ BJPയുടെ കൈവശമിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ചൂഷണം മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ അവിടുത്തെ ജനത തിരിച്ചറിയുമായിരുന്നല്ലോ. ശ്രീ GV ഹരി, ഇവിടെ കോൺഗ്രസ് എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ചർച്ച പുരോഗമിക്കുന്നത്. എന്തുകൊണ്ട് ഇത് BJP സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലയിൽ ഈ വിഷയം കെട്ടിവെച്ചൊരു വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെതിരെ പൊരുതുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒറ്റക്കെട്ടായി ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി പൊരുതുന്നു എന്ന് പറയുമ്പോഴും വളരെ ബുദ്ധിപൂർവം അവിടെ ഒരു സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ്, കേന്ദ്ര സർക്കാർ BJP സർക്കാർ ആയതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഭാഷ്യം കൂടി നിങ്ങൾ കൃത്യമായി ഇതിനിടയിൽ തിരികെ കയറ്റുന്നില്ലേ? രോഹിണി, ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു അല്പസമയം തരണം. കാരണം ഞാൻ നേരത്തെ ഈ രോഹിണി പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ KVS പറഞ്ഞതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാനുള്ള, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനുള്ള സമയം തരണമെന്ന് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കണം. ഒന്ന്, രോഹിണി പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാം. നോക്കൂ, ഇതിനകത്ത് ഞങ്ങൾ ആരെയും ഒരു കാര്യത്തിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളോട് ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞതുപോലെ BJPയോട് സഭ ആവശ്യപ്പെട്ടു. ഞങ്ങളോട് ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, സിഖുകാരനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു പ്രവർത്തനം അത് BJP ആയിക്കോട്ടെ, കേരളത്തിൽ CPM ആയിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായിക്കോട്ടെ നടന്നാൽ അതിനെതിരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഞങ്ങൾ വേണ്ട. അത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടാനോ അല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിതമായ നയം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. രണ്ട്, ശ്രീ കെവിൻ പീറ്ററോട് എനിക്ക് പറയാനുള്ളത് അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്നാണ്. അദ്ദേഹം നാളെ ശ്രീ കെവിൻ പീറ്ററോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായാലും ഞങ്ങൾ അങ്ങയുടെ രക്ഷയ്ക്കായി ഉണ്ടാവും. ഒരു സംശയവും ആ കാര്യത്തിൽ അങ്ങക്ക് വേണ്ട. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ രോഹിണി? ഇവിടെ നേരത്തെ നിങ്ങൾ പലതവണ ആവർത്തിച്ച തൃശ്ശൂരിലെ കേസുണ്ട്. എന്താണ് അവസാനം തൃശ്ശൂരിലെ കേസിൽ ജഡ്ജി എന്താ പറഞ്ഞതെന്നറിയാമോ? യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാത്തൊരു കാര്യത്തിനകത്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ഹസ്കർ വളരെ കൃത്യമായി പറഞ്ഞു. അന്ന് ഈ വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ ഇവിടെ റെയിൽവേ പോലീസ് ആ ഒരു കേസെടുത്തപ്പോൾ ഇവിടെ ആരും അവരെ തടഞ്ഞു വെച്ചില്ല. ഇവരെ ആരും ആൾക്കൂട്ടം വിചാരണ ചെയ്തില്ല. മറിച്ച് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. ഞങ്ങൾ ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു പരാതി ലഭിച്ചു. ആ പരാതിയിൽ
നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിവാദം? അടിസ്ഥാനപരമായ വിവാദം ബജറംഗ് ദൾ, അതായത് സംഘപരിവാർ സംഘടനയുടെ ഭാഗമായ ചില ആളുകൾ അവിടെ എത്തുന്നു, അവരിവിടെ തടഞ്ഞു വെക്കുന്നു, അവരുടെ അടിച്ച് തകർക്കുമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതില്ല എന്ന് രോഹിണി പറയരുത്, കാരണം എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു കാര്യമാണ്. ഒന്ന്. രണ്ട്, ഇവിടെ ജോർജ് കുര്യൻ മന്ത്രിയെക്കുറിച്ച് ഇവിടെ ചോദിച്ചല്ലോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ള ആളല്ല. അദ്ദേഹത്തിനോട് ഹിന്ദി അറിയാമെന്ന് ചോദിക്കും, ഹിന്ദിയെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി നമ്മളെല്ലാവരും കണ്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്, കേരളത്തിലെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പിലുണ്ട്. ഞാനെങ്കിലും ക്രിസ്ത്യാനിയുടെ കാര്യം മാത്രമായിട്ട് പറയുന്നില്ല, ജനങ്ങളുടെ മുമ്പിലുണ്ട്. നാളെ ഇതുപോലെ ഏതൊരാൾക്ക് സംഭവിച്ചാലും ഇതൊക്കെ തന്നെ ഇവർ പറയുള്ളൂ. മറിച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യുന്ന ആ പാവപ്പെട്ട കന്യാസ്ത്രീകളായിട്ടുള്ള രണ്ടാളുകൾ ചെയ്ത എന്ത് തെറ്റാണ്? ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനമായി ഇന്നത്തെ ആ വിധിപ്പകർപ്പിൻ്റെ ഏറ്റവും അവസാനം ഈ ജാമ്യം കൊടുത്തുകൊണ്ട് ആ കോടതി, NIA കോടതി പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി ഞാൻ രോഹിണിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, the applicant shall not leave the India without the leave of this special court NIA. നോക്കൂ, ഈ രാജ്യത്തെ രണ്ട് തീവ്രവാദികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ടിട്ടുള്ള അല്ല നമ്മൾ വായിക്കുന്നത്. 2, the application shall surrender the passport if they possess with the special court during the period they remain enlarged on bail എന്ന് പറയുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, the applicant shall not give any press interviews nor make any public comment in connection with the case എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആർക്കാണ് ജാമ്യം കൊടുത്തത്? ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള തീവ്രവാദികളെ പിടിച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുത്ത NIA കോടതിയോ? ഇത് പാവപ്പെട്ട 2 മലയാളികളായിട്ടുള്ള ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന 2 കന്യാസ്ത്രീകൾക്കാണ് ഇത് ഈ ജാമ്യാപേക്ഷയുടെ അവസാനത്തിൽ ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാരാ? ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സർക്കാരാണ്. ആരാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സർക്കാർ? BJP സർക്കാരാണ്. 2, എന്താണ് അവിടെ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല എന്ന് കെവിൻ പീറ്റർ പറഞ്ഞു. കെവിൻ പീറ്ററിന് ഹിന്ദി മനസ്സിലാവുമെങ്കിൽ ഇപ്പോൾ നടിച്ചു നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഛത്തീസ്ഗഡ് എന്താണ് ദീപക് ബൈജു പറഞ്ഞിട്ടുള്ളത്? അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതേ കാര്യത്തെക്കുറിച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പം അദ്ദേഹം ഹിന്ദി മനസ്സിലാവുമെങ്കിൽ അന്ന് ഇപ്പോൾ എടുത്തതൊന്ന് കേട്ടാൽ എന്താണ് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്നുള്ളത് അങ്ങേക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും കൂടെ ചെയ്താൽ താങ്കൾക്ക് നാളെ ഈ അവസ്ഥ ഈ രാജ്യത്തുണ്ടാകില്ല. ഉണ്ടായാലും വിഷമിക്കേണ്ട. അന്ന് ഞങ്ങൾ കോമാളികളെന്ന് താങ്കൾ വിളിച്ചില്ലേ, ആ കോൺഗ്രസ്സുകാരൊക്കെ നിങ്ങളുടെ സഹായത്തിന് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുള്ള കാര്യമാണ്. ഇവിടെ KVS പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. KVS പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നത്, അദ്ദേഹം കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദമല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ഏത് രാജ്യത്തെക്കാളും അത് പാകിസ്ഥാനെക്കാളും ബംഗ്ലാദേശിനേക്കാളും സുരക്ഷിതമാണ്. ആരുടെ ഔദാര്യമല്ല സാർ ഇത് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഇത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ്. അല്ലാതെ ഈ രാജ്യത്തെ BJP അവർക്ക് കൊടുക്കുന്ന ഔദാര്യമായി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ശബ്ദത്തിൽ അതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയരുത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ആരുടെയും ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ BJP കെവിൻ പീറ്റർ, താങ്കൾ ഒരു കാര്യം കൂടി, ഈ BJP ഛത്തീസ്ഗഡിന്റെ ഫേസ്ബുക്ക് പേജ് കൂടി അങ്ങെടുത്ത് നോക്കണം. എങ്ങനെയാണ് ഈ പാവപ്പെട്ട, നിങ്ങൾ പറഞ്ഞില്ലേ കന്യാസ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്, ഒരു പെൺകുട്ടിയെ കഴുത്തിൽ പട്ടി കെട്ടിയിട്ട് വലിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരോടും ആ കന്യാസ്ത്രീകളുടെ കാലിൽ വീഴുന്ന ചിത്രം പങ്കുവച്ചത് ഛത്തീസ്ഗഡ് BJP ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം താങ്കൾ BJPയുടെ വക്താവായി ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ. ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിലവിൽ ഈ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. ഏതെങ്കിലും സഭയെ അല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയല്ല. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ പ്രശ്നമുണ്ടായാൽ കോൺഗ്രസ് അവിടെ ഉണ്ടാകും സാർ, അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇടപെടൽ നടത്തിയെന്ന് കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങൾ പരിശോധിച്ചോട്ടെ. അത് രോഹിണി പറഞ്ഞു കൊടുക്കണ്ട. അത് കേരളത്തിലെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന 100% സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ അത് തീരുമാനിച്ചോളും എന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാം. ശരി, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ ശ്രീ സുമിത് ജോർജ് കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ സുമിത് ജോർജ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് BJP സർക്കാരിൻ്റെ കീഴിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇന്ന് ജാമ്യം ലഭിക്കുന്നതുവരെ അത്തരത്തിൽ ഇടതും വലതും ശ്രമിച്ചത് ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നത് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ടാണല്ലോ അവർ BJP എന്ന്
മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ വിവാദമാക്കാൻ ശ്രമിച്ചത്. കേന്ദ്രവും സംസ്ഥാനവും BJP ഭരിക്കുന്നത് കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഈ ദുർഗതി വന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സമീപനമായിരുന്നില്ലേ? പക്ഷേ അവിടെ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും എന്തിന് ഈ കന്യാസ്ത്രീകളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത് എന്നുള്ളത് നമ്മളിവിടെ സ്മരിക്കേണ്ടത് തന്നെയാണ്. കാരണം അവർ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും ഇടതും വലതും ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ പഴിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യമായി ഈ വിഷയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ മോചിതരായുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ. പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് വളരെ ശക്തമായി ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം മാത്രമല്ല, ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ നേതാക്കളും ഈ കഴിഞ്ഞ 8-9 ദിവസമായി ഇവിടെ വളരെ ശക്തമായി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന സമര കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അവരുടെ സതുദ്ദേശത്തെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കം, ഭൂപേഷ് ബാഗലടക്കം, അവരുടെ പ്രതിപക്ഷ നേതാവടക്കം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു. പക്ഷേ എനിക്ക് ആ പ്രതികരണം കേൾക്കുവാൻ സാധിച്ചില്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊള്ളാം. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇപ്പൊ BJP എന്തോ ഈ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്താകമാനം ആക്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു പിക്ചർ ഉണ്ടാക്കുവാൻ തുടങ്ങിയിട്ട് ഓരോ വിഷയങ്ങളും, രാജ്യത്താകമാനം ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് കേരളത്തിൽ വലിയ കോലാഹലങ്ങൾ കാലങ്ങളായി ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തവണ കുറെ കൂടി ശക്തമായി ആ കാര്യങ്ങൾ ഇവർക്ക് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷത്തിനും ഒരുമിച്ച് നിന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഏകദേശം 11ഓളം സംസ്ഥാനങ്ങളിൽ ഈ നിരോധന നിയമം, അതായത് മതം മാറ്റ നിരോധന നിയമം ഈ രാജ്യത്ത് 11ഓളം സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന ഒരു ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തവരാണ് കോൺഗ്രസ്. ഇവിടെ തന്നെ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ 68 ഈ നിയമം കൊണ്ടുവന്ന ഇവരാണ്. അപ്പോൾ ഞങ്ങളവരെ കുറ്റം പറയുന്നില്ല. ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അത് കൊണ്ടുവന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ആ സമൂഹം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുക. ആ സമൂഹത്തിന്റെ വികാരങ്ങളാണ് ഇപ്പോഴും അവിടെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി. ശരി, ഇനി അതിനുശേഷം ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തേക്ക് കടന്നു വന്നാൽ 2021 നമുക്കറിയാം, ഈ കഴിഞ്ഞ നമുക്ക് BJP അധികാരത്തിലിരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 5 വർഷക്കാലം അവിടെ അധികാരത്തിലിരുന്നത് കോൺഗ്രസ് സർക്കാരാണ്, ഭൂപേഷ് ബാഗലിന്റെ സർക്കാരാണ്. 2021 കൃത്യമായി നമുക്കറിയാം അവിടെ 5 വൈദികരെ ഇത്തരത്തിൽ മതം മാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹിന്ദു യുവാവിനോട് മതം മാറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 5 വൈദികരെ അവര് അന്യായമായി, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പൊ 9 ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയപ്പോൾ 9 ദിവസം അവരെ കൽത്തുറുങ്കിൽ അടച്ചു എന്ന് വിലപിക്കുന്ന കോൺഗ്രസ്, അതായത് 11 മാസം കഴിഞ്ഞാണ് ഈ 5 വൈദികർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. അന്ന് ഈ കോൺഗ്രസിന്റെ ഇപ്പൊ ഈ ശക്തമായ ഈ സമരം ഉന്നയിക്കുന്ന ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ഈ കേരളത്തിലെയും ഈ രാജ്യത്തെയും നേതാക്കൾ ഒരിടത്തും ശബ്ദമുയർത്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബഹളമുണ്ടാക്കിയോ, ഛത്തീസ്ഗഡിൽ പോയി ബഹളമുണ്ടാക്കിയോ, കേരളത്തിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ സ്തംഭിച്ചുകൊണ്ടുള്ള സമരമൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഈ 2 നിലപാടെടുക്കുക? ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ അവിടെ ബജ്രംഗുകൾ വലിയ കുഴപ്പമുണ്ടാക്കി, അവിടുത്തെ സർക്കാർ വലിയ കുഴപ്പമുണ്ടാക്കി, അവിടുത്തെ BJP ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. ഇവിടെ വന്നിരുന്ന് പറയുന്നതല്ലാണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഈ വിഷയം അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയുവാനോ, അതല്ലെങ്കിൽ അവിടെ ഈ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ചെന്നപ്പോൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ നയിച്ചുകൊണ്ട് അവിടെ ഈ ഭൂപേഷ് ബാഗലിനെ അടക്കം നമ്മൾ കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാതിരുന്നത്? അപ്പൊ അവർക്ക് 2 നിലപാട് എന്ന് പറയുന്നത് 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നത് നിങ്ങളാണ്. ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന മേഖലകളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെന്റും അതുപോലെ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തിയ ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമാണ് ഇവിടെ കേരളത്തിലുള്ളത്. അതിനെങ്ങനെ നിങ്ങൾക്ക് അതല്ലാന്ന് പറയുവാൻ സാധിക്കും? ഇപ്പൊ അവിടെ പോയി ബഹളമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണോ അവിടെ അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടിയത്? അങ്ങനെ ഈ പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഈ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇലക്ഷൻ വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ മണിപ്പൂരായിട്ടും ഓരോ വിഷയങ്ങളും ഓരോ സമയത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ വിഷയം പറഞ്ഞ് വിലപിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ വിഷയങ്ങളുണ്ടായി. ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. അത് പറഞ്ഞത് പിണറായി ആണെങ്കിൽ അതിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് കൂടിയുണ്ട്. അതുപോലെ തന്നെ എത്രയോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ജോസഫ് മാഷിന്റെ കൈപറ്റിയ വിഷയങ്ങൾ, ഞാൻ കേരളത്തിലെ വിഷയങ്ങളെ കിടക്കുന്നില്ല. ഇപ്പോൾ കന്യാസ്ത്രീയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു.
കന്യാസ്ത്രീയുടെ വിഷയം നമുക്കിവിടെ തൃശ്ശൂർ നമ്മുടെ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ അന്ന് ഇവിടെ ഒരു കുറച്ച് കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ID പ്രൂഫിൽ തിരുത്തലുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ 2022 വന്നിറങ്ങിയപ്പോൾ അതിനെതിരെ കേസ് ചാർജ് ചെയ്തു. ആ കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷത്തോളം ആ കന്യാസ്ത്രീകൾക്ക് കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ കുറച്ച് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ആ കേസ് തീർന്നത്. എന്തുകൊണ്ടാണ്? അന്നും ഇവര് നിരപരാധികളാണെന്നാണല്ലോ കോടതി അപ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ 11 മാസം അകത്ത് കിടന്നവരും നിരപരാധികളാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അന്നും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അപ്പൊ ഇപ്പൊ കൃത്യമായ ഇടപെടൽ നടത്തി ഇവിടെ രാജീവ് ചന്ദ്രശേഖർജി കൃത്യമായി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുന്നു, അമിത്ഷാജിയുമായി ബന്ധപ്പെടുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നു. ഇവിടുന്ന് 2 ജനറൽ സെക്രട്ടറിമാരെ അനൂപ് ആന്റണിയും ഷോൺ ജോർജിനെയും അങ്ങോട്ട് അയച്ചുകൊണ്ട് അവിടെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇവിടെ ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങൾ ഇവിടുത്തെ മത നേതാക്കളുമായി ഇന്ററാക്ട് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ വിഷയത്തിന് കൃത്യമായ ഒരു സമാപനം എന്നുള്ള രീതിയിലേക്ക്, ഒരു ശുഭപര്യവസായി എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നപ്പോൾ പറയുകയാണ് അതിലെന്തോ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പിന്നെയും എന്തൊക്കെയോ കാണിക്കുകയാണ്, ഇനി ഈ കേസ് സ്ക്വാഷ് ചെയ്യണം, അത് സ്ക്വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്വാഷ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അടുത്ത വിഷയമല്ലേ. കോടതിയിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ കോടതിയുടേതായ രീതിയുണ്ട്. ആ രീതിയിൽ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കുടുംബത്തിന്, അതായത് ഈ സിസ്റ്റേഴ്സിന്റെ കുടുംബത്തിന് അത് ബോധ്യപ്പെട്ടു. അത് നമ്മുടെ ബഹുമാന്യരായ പിതാക്കന്മാർക്ക് അത് ബോധ്യപ്പെട്ടു. അവർ കൃത്യമായി പബ്ലിക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കാണ് ബോധ്യപ്പെടേണ്ടത്? നിങ്ങൾക്കാണ് ബോധ്യപ്പെടാൻ. നിങ്ങൾ ഒരിക്കലും ബോധ്യപ്പെടുകയില്ല. കണ്ണട ചിരിട്ടാക്കുന്നവരെ സംബന്ധിച്ച് നേരം വെളുപ്പിക്കുവാൻ ഞങ്ങളെ കൊണ്ടാവുകയില്ല. നിങ്ങൾ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയുമായി നിങ്ങൾ നീങ്ങുകയാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് ഞങ്ങൾക്ക് എന്നും കരുത്ത് പകർന്നിട്ടേ ഉള്ളൂ. നാളുകളിലും അത് അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുക. അതെ, ശ്രീ കെവിൻ പീറ്റർ, ഇവിടെ കണ്ണടച്ച് ഇരുട്ടാക്കുകയല്ല, ബോധപൂർവം തന്നെ ഒരു കൺകെട്ട് വിദ്യ കളിക്കുക തന്നെയല്ലേ പ്രതിപക്ഷം? തീർച്ചയായും. ഞാൻ അതിലേക്ക് പറയുന്നതിന് മുമ്പ് ശ്രീ ഡോക്ടർ ഹരിയോടും, അസ്കർ പോയി എങ്കിൽ അസ്കർ ഈ ചർച്ച കേൾക്കുമായിരിക്കുമല്ലോ. അപ്പൊ അസ്കറിനോട് ആയിട്ട് ആദ്യമേ എനിക്ക് പറയാനുള്ളത്, പ്രധാനമന്ത്രിയെ കേരളത്തിൽ നിന്ന് ആദ്യം കണ്ടത് ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി, അദ്ദേഹം അതിന് അഭ്യർത്ഥന നടത്തി, അത് വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിനുശേഷമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അസ്കർ പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്നു വന്ന ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു, ഒരു കേന്ദ്രമന്ത്രിയെ കുറിച്ച് ഒരു വ്യാജ വാർത്ത ഞാനിവിടെ പബ്ലിക്കായിട്ട് വന്നിരുന്ന ഒരു മാധ്യമത്തിലൂടെ പറയുന്നു. അസ്കറിന്റെ പാർട്ടിയല്ല ഇവിടെ ഭരിക്കുന്നത്, നട്ടലുണ്ടെങ്കിൽ എന്റെ പേരിൽ വ്യാജ വാർത്ത ഇവിടെ കേന്ദ്രമന്ത്രിയെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും പറഞ്ഞു പരത്തിയതിന് എന്റെ പേരിൽ കേസെടുക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, എന്റെ പിതാവായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവ് എന്നോട് സുരേഷ് ഗോപി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. എങ്കിൽ പിതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ പോയി ചോദിക്കൂ, നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇല്ലെന്ന് പിതാവ് പറയട്ടെ. അപ്പൊ അതുപോലെ അതാണ് എനിക്ക് അസ്കറിനോട് പറയാനുള്ളത്. രണ്ടാമത് ഹരിയോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട ഹരി, ഞാൻ താങ്കൾ കരുതുന്ന പോലെ ഞാൻ BJPയുടെ അംഗമോ BJPയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ രാജ്യം ഇതേപോലെ നിലനിന്നാൽ മാത്രമേ എന്റെ സമുദായവും ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഹിന്ദു എന്നിവിടെ ഭൂരിപക്ഷമായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയുള്ളൂ. ഹിന്ദു എന്ന് ന്യൂനപക്ഷമാകുന്നുവോ അതിനു മുൻപേ ക്രിസ്ത്യാനികൾ ഇവിടെ ഇല്ലാതായി കഴിയും. ഈ യാഥാർത്ഥ്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഒന്നിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ കരുതുന്നത് പോലെ ഞാൻ BJPക്കാരനല്ല. ഞാൻ നല്ല ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരാളും കോൺഗ്രസ്സുകാരില്ല, എല്ലാവരും BJPക്കാരായി മാറി. പക്ഷെ ഞാൻ BJPക്കാരനല്ല. അപ്പൊ ഹരി അതൊന്നും മനസ്സിലാക്കണം. പിന്നെ ഹരി, മറ്റൊരു കാര്യം ഞാൻ കൂടെ പറയട്ടെ. ഹരി അവിടെ ഉണ്ടായ ഒരു കോലാഹലത്തെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 2 ഉസ്താദുമാര്, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ നോദിക്കുന്ന 3 പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി പോയി അത് വാച്ച് ചെയ്യും. എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കും. ഉസ്താദുമാർ എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമോ തോന്നിയാൽ ഞാൻ റെയിൽവേ പോലീസിനെ വിളിക്കും. ഒപ്പം തന്നെ എന്റെ കൊച്ചിയിലുള്ള എന്റെ പ്രവർത്തകരെ ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തും. സെൻട്രൽ പോലീസിനെ അറിയിക്കും, കേസെടുക്കാൻ ആവശ്യപ്പെടും. ചിലപ്പോൾ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കും, ജിഹാദിസം തുലയട്ടെ, ലവ് ജിഹാദ് തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുദ്രാവാക്യം വിളിക്കും. ഇത് ഞാൻ ചെയ്യും. മതപരിവർത്തന നിരോധന നിയമമൊന്നും ഇല്ലാത്ത ഈ കേരളത്തിലെ കെവിൻ പീറ്റർ ചെയ്യും.
കാരണം എന്റെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളെ ഇവർ എവിടേക്കെങ്കിലും കൊണ്ടുപോകുകയാണെന്ന് എനിക്ക് സംശയം ഞാൻ ചെയ്യും. ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നടന്നത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ ഇതിനെയൊക്കെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ അസ്കർ നേരത്തെ ഒരു കളവ് പറഞ്ഞു, RPF അവിടെ ആരും വന്ന് ബഹളം ഉണ്ടാക്കാനില്ലായിരുന്നു. ആരാണ് പരാതി കൊടുത്തത്? ആരാണ് ഇവരെ തടഞ്ഞു വെച്ച് RPFനെ ഏൽപ്പിച്ചത്? ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പൊ അതിനെയൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഡോക്ടർ ഹരിയോടും എനിക്ക് മറ്റൊരു കാര്യം, ഞാൻ എത്ര ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു. കേരളത്തിൽ കന്യാസ്ത്രീകൾ കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി പോലും കന്യാസ്ത്രീകൾ ഇവിടെ മാനസിക പീഡനത്തിനും തെറിവിളികൾക്കും ഇരയായ സംഭവം ഉൾപ്പെടെ ഞാൻ ഹരിയോട് പറഞ്ഞു. നിങ്ങളുടെ പാർട്ടി ഇടപെടൽ നടത്തിയിട്ടില്ല. നിങ്ങളുടെ സഖ്യകക്ഷിയായ ലീഗാണ് അത് ചെയ്തത്. നിങ്ങളുടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതിനൊപ്പം ഉണ്ടായിരുന്നു. ഇതിലൊന്നിലും ഹരി തെറ്റ് ചെയ്തതേയില്ല. പിന്നെ എന്നെ BJPക്കാരനാക്കിയിട്ട് കാര്യമില്ല. എനിക്കിവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു. അതിന് നിങ്ങൾ എന്നെ സംഘിച്ചാപ്പ അടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ശരി, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും 2 തത്വങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. പ്രാദേശികമായ തനത് പാരമ്പര്യ സ്വഭാവം വച്ചു പുലർത്തുന്ന ഒരു ജനതയെ മനുഷ്യക്കടത്തിൽ നിന്നും ബലമായ മതം മാറ്റലിൽ നിന്നും സംരക്ഷിക്കുക, കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനായി ശക്തമായ നിയമങ്ങൾ, നീതിപൂർണമായ ഭരണകൂടം, ഇതാണ് യഥാർത്ഥ നേതൃത്വത്തിൻ്റെ ഉദാഹരണം. അത് ഇവിടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്, നടപ്പിലാക്കുക തന്നെ ചെയ്യും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.